കർത്താവ് നമ്മുടെ ധ്യാനത്തിൻ്റെ മൂന്നാമത്തെ സന്ധ്യയിലേക്ക് നമ്മെ ഓരോരുത്തരെയും വിളിച്ച് വരുത്തുകയാണ്. ദൈവം ഒരുക്കുന്ന ദിവസങ്ങളാണ് ഇത്. ഇന്ന് നമുക്ക് അനേകം പേർക്ക് നല്ല കുമ്പസാരം നടത്താനായിട്ട് പറ്റി. നമുക്ക് പല അനുഗ്രഹങ്ങളാണ് ദൈവം തന്നത്. ഒരു പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് മഴ. അതൊരു നല്ല അനുഗ്രഹമായിരുന്നു. അത്യാവശ്യം നമ്മളൊന്ന് തണുത്തിട്ടുണ്ട്. ഇതിനകത്ത് നല്ല ചൂടാണ്. അപ്പോൾ ആ ചൂട് കുറച്ചൊന്ന് കുറയാൻ അത് സഹായിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് അഭിമന്യ ഐറേനീസ് പിതാവ് മണിക്കൂറുകൾ കുമ്പസാരക്കൂട്ടിലിരുന്ന് കുമ്പസാരിപ്പിച്ചു. അത് നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. ശ്രേഷ്ഠ പുരോഹിതന്മാര് നമ്മുടെ ഈ ആത്മീയ ശുശ്രൂഷയിൽ ദൈവജനത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നത് എത്ര വലിയ അനുഗ്രഹമാണ്. അപ്പോൾ അത് ദൈവം തന്ന വലിയൊരു ഭാഗ്യമാണ്. നമുക്ക് ഈ ധ്യാനത്തിൻ്റെ ഒരു നല്ല അനുഗ്രഹമാണ്. കർത്താവിന് നമുക്കതിനും നന്ദി പറയാം. ഈ മൂന്നാമത്തെ സന്ധ്യയിൽ ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമുക്ക് ശ്രദ്ധയോടെ സ്വീകരിക്കാം. നമ്മൾ ചെറിയ കാര്യത്തിൽ പോലും നമ്മൾ കർത്താവിൻ്റെ സ്വരം അനുസരിക്കണം. അങ്ങനെ അനുസരിച്ചാൽ നമുക്ക് ഒത്തിരി അനുഗ്രഹം കിട്ടും. ചെറിയ കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ നമ്മളിങ്ങനെ ഒരു കസേര മുന്നോട്ടൊന്ന് കയറിയിരിക്കാൻ പറയുന്നത് ഒരു ചെറിയ കാര്യമായിരിക്കും. പക്ഷെ ആ ചെറിയ കാര്യത്തിൽ പോലും നമ്മൾ ഇത്തരം ആത്മീയ സദസ്സുകളിൽ അത് അനുസരിക്കണം. അതനുസരിക്കുമ്പോൾ നമുക്ക് വലിയ ദൈവശക്തി കിട്ടും. അങ്ങനെ ബൈബിളിൽ പ്രധാനപ്പെട്ട 2 സന്ദർഭങ്ങളെ ചൂണ്ടിക്കാണിക്കാം. സിറിയയിൽ നാമാൻ എന്നു പേരുള്ള ഒരു കുഷ്ഠരോഗി ഉണ്ടായിരുന്നു. സിറിയയിലെ നാമാൻ എന്ന കുഷ്ഠരോഗി കുഷ്ഠത്തിന് ചികിത്സിച്ച് ചികിത്സാവിധികളെല്ലാം നേടിയിട്ടും സൗഖ്യം കിട്ടാതെ വന്നപ്പോൾ, ആ മനുഷ്യൻ വളരെ നിരാശയിലും ഭാരത്തിലും ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ഇസ്രായേൽക്കാരി പെൺകുട്ടി ജോലിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. വേലക്കാരി പെൺകുട്ടി ഇസ്രായേൽ ജനതയിൽപ്പെട്ട യഹൂദ വംശത്തിൽപ്പെട്ട ആളായിരുന്നു. അങ്ങനെ ഈ ഇസ്രായേൽ പെൺകുട്ടി അവളുടെ യജമാനത്തിയോട്, നാമാന്റെ ഭാര്യയോട് പറഞ്ഞു, ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്. പ്രവാചകന്റെ പേര് ഏലീഷ എന്നാണ്. ഇസ്രായേലിലെ ഏലീഷ പ്രവാചകന്റെ അടുത്ത് നാമാൻ ചെന്നാൽ, നാമാൻ ഏലീഷായുടെ അടുത്ത് ചെന്ന് ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മരുന്ന് കഴിച്ചിട്ട് പ്രയോജനമില്ലാത്ത ഈ രോഗം സൈന്യങ്ങളുടെ കർത്താവ് സുഖപ്പെടുത്തുമെന്ന് നാമാന്റെ ഭാര്യയോട് ഇസ്രായേൽക്കാരി പെൺകുട്ടി പറഞ്ഞു. അപ്പോൾ നാമാനോട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ വിവരം പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് അതൊരു നല്ല ആശയമായി തോന്നി. അപ്പം അദ്ദേഹം നേരെ രാജകൊട്ടാരത്തിൽ ചെന്നിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവേ, സിറിയ രാജാവിനോട് പറഞ്ഞു, രാജാവേ, എൻ്റെ കുഷ്ഠം മാറാൻ വേണ്ടി ഏലീഷ പ്രവാചകന്റെ അടുത്ത് പോകാൻ ഒരാശയം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ ചെല്ലുന്നതിനേക്കാൾ നല്ലതല്ലേ രാജാവ് ഒരു കത്ത് കൊടുത്തു വിട്ടാൽ രാജാവിൻ്റെ സൈന്യാധിപനായ എനിക്ക് ഇസ്രായേലിലെ ഈ പ്രവാചകന്റെ അടുത്തൊരു സ്വീകാര്യത കിട്ടും. ഇപ്പൊ രാജാവ് പറഞ്ഞു, അതിനെന്നാ, ഞാൻ കത്ത് തരാം. കത്ത് കൊടുത്തു വിട്ടു. ഇപ്പൊ ഈ കത്ത് നേരെ പോകുന്നത് ഏലീഷ പ്രവാചകന്റെ പക്കലേക്കല്ല, ഇസ്രായേൽ രാജാവിന്റെ അടുത്തേക്കാണ്. ഇപ്പൊ ഇസ്രായേൽ രാജാവ് സിറിയ രാജാവിന്റെ കത്ത് വായിക്കുമ്പോൾ, ഞാൻ ആരാണ് കുഷ്ഠം സൗഖ്യപ്പെടുത്താൻ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ വസ്ത്രം വലിച്ചു കീറി. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതിനെ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാൻ ആരാണ്, ഞാനൊരു സൗഖ്യം കൊടുക്കുന്ന ആൾ വല്ലതും ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അതിനെ അങ്ങ് നിസ്സാരമായിട്ട് കളഞ്ഞു. ശ്രദ്ധിക്കുക. അപ്പോൾ നാമാൻ വിചാരിച്ചെന്നാൽ പിന്നെ നേരിട്ട് പൊക്കളയാം. അങ്ങനെ നാമാൻ തൻ്റെ പടയാളികളും തൻ്റെ അനുചരന്മാരും ഒത്ത് ഏലീഷായെ കാണാൻ വേണ്ടി പോയി. ഇപ്പൊ ഏലീഷ താമസിക്കുന്നത്, പ്രവാചകന്മാര് അനേകം ആളുകൾ എല്ലാവരും ചേർന്ന് അവരൊരു കമ്മ്യൂണിറ്റി ലൈഫാണ്. അപ്പൊ അവരിങ്ങനെ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലത്തേക്ക് നാമാൻ ചെല്ലുകയാണ്. നാമാൻ ചെന്നുവന്ന് ഏലീഷായുടെ ഭൃത്യൻ ചെന്ന് ഏലീഷായോട് പറഞ്ഞു. അപ്പൊ ഏലീഷ പറഞ്ഞു, ഈ കേസിനൊന്നും ഞാൻ ഇറങ്ങി വരേണ്ട കാര്യമില്ല, ഇത് അവനോടൊരു കാര്യം അങ്ങ് പറഞ്ഞാൽ മതി, ഇതൊന്നും വലിയ കേസ് കെട്ടുകളല്ല.
വെറുതെ എന്തിനാ നമ്മുടെ സമയം കളയുന്നത്? ആ സമയത്ത് 2 കൊന്തയല്ല. അതുകൊണ്ട് നീ പറ, ഒരു കാര്യം ചെയ്തു, ഈ നാമാനോട് പറ, ജോർദാൻ നദിയിലെ ജലത്തിൽ 7 പ്രാവശ്യം മുങ്ങിയാൽ നിന്റെ കുഷ്ഠം സൗഖ്യപ്പെടും. അപ്പോ ഏലീശായുടെ ഭൃത്യം വന്നിട്ട് ഈ നാമാനോട് പറഞ്ഞു, പ്രഭു, പ്രവാചകൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ജോർദാനിലെ നദി, ചേട്ടൻ ഈ വരുന്ന വഴിക്ക് ഈ നദി, തിരിച്ചു പോകുന്ന വഴിക്ക് വലിയ കാശ് മുടക്കൊന്നുമില്ല, തീർത്ഥാടന കേന്ദ്രത്തിൽ പോകുന്ന പോലെ മുടക്കൊന്നുമില്ല, ചുമ്മാ പോകുന്ന വഴിക്ക് അവിടെ നിന്ന് ഇറങ്ങി ഒരു 7 തവണ മുങ്ങിയിട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഈ സൈന്യാധിപന് അരിശം കയറി അയാളങ്ങ് ജ്വലിക്കാൻ തുടങ്ങി. അയാള് സാധാരണപ്പെട്ട ആൾ വല്ലതാണ്. അയാളോട് പറയാണ് പോകുന്ന വഴിക്ക് അവിടെ കയറി കുളിച്ചിട്ട് പോവാൻ. അപ്പൊ ഇയാൾക്ക് ഭയങ്കര ദേഷ്യമായി. കേൾക്കുന്നുണ്ടോ? ഇവിടെ ആന്നോ? അപ്പോ ഇയാള് ഭയങ്കരമായി ദേഷ്യപ്പെട്ടിട്ട് അയാൾ പറഞ്ഞു, എൻ്റെ നാട്ടിൽ 2 നദിയുടെ വലിയ പ്രശസ്തമായ 2 അയാളുടെ നാട്ടിലെ നദിയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ നാട്ടിൽ കൊള്ളാവുന്ന നദി ഇല്ലാഞ്ഞിട്ടാണോ, അവിടെ പോയി കുളിക്കാൻ പാടില്ലാഞ്ഞിട്ടാണോ ഈ കലക്കവെള്ളത്തിൽ കുളിക്കാൻ പോകുന്നത്? ജോർദാൻ നദിയുടെ അവസ്ഥ നിങ്ങൾ ജെറുസലേമിലൊക്കെ പോകുമ്പോൾ കണ്ടാൽ മതി. നമ്മൾ ഈ വലിയ കാര്യമാണെന്നൊക്കെ വിചാരിച്ചു, തോട് പോലെ ഉള്ളൂ. അപ്പോൾ ഈ ജോർദാനിലെ കലക്കവെള്ളത്തിൽ പോയി മുങ്ങി പൊങ്ങി പോകുന്നതിന് പകരം എൻ്റെ നാട്ടിൽ എത്രയോ വലിയ നദികളുണ്ട്, പിന്നെ ഇവൻ്റെ പന്ന നദിയിൽ പോയി മുങ്ങാൻ പോവില്ലയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് കാണിച്ചു തരാവടാ എന്നൊക്കെ പറഞ്ഞ് പോവാണ്. അപ്പൊ ഇങ്ങനെ രഥം ഓടിച്ച് പോകുമ്പോൾ അയാളുടെ ഒരു വേലക്കാരൻ പറഞ്ഞു, സാറേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതൊന്നും തപ്പരുത് വേദപുസ്തകത്തിൽ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നത്, അല്ലെങ്കിൽ സാറേ എന്നില്ല അയാൾ മുഴുവൻ കള്ളാ പറഞ്ഞത്, ഞാൻ കണ്ടില്ല എന്നൊന്നും പറയരുത്. അപ്പൊ അയാൾ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, ഈ പ്രയാസമുള്ള, കേൾക്കുന്നുണ്ടോ, പ്രയാസമുള്ള ഒരു കാര്യമാണ് പ്രവാചകൻ പറഞ്ഞതെങ്കിൽ നിങ്ങൾ അനുസരിക്കില്ലായിരുന്നോ? ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണ്, നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ജെറുസലേമിൽ ഏതെങ്കിലും ഒരു മലയുടെ മുകളിൽ നിങ്ങൾ പിന്നെ ഒരു കാര്യം ചെയ്തു, നിങ്ങൾ താബോർ മലയുടെ മുകളിൽ അല്ലെങ്കിൽ കാൽവരി മലയുടെ മുകളിൽ ഒരു വലിയ കല്ലും കൊണ്ട് കയറി 10 ദിവസം കയറി, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷമാണ്. ഇത് ചെറിയ കാര്യമാണ്. എന്നാ പറഞ്ഞേ, നീ ആ കസേരയൊന്ന് മാറ്റി മുന്നോട്ടിരിക്കും, അതല്ല പറഞ്ഞേ, മറ്റേ വെള്ളത്തി മുങ്ങാൻ കുഞ്ഞു കാര്യമാണ് പറഞ്ഞേ. അപ്പോൾ അയാൾ പറഞ്ഞു, പിന്നെ ഈ ഇതൊക്കെ പിന്നെ അതിനകത്താണോ അഭിഷേകം, പിന്നെ അതിനകത്താണോ കാര്യം, ഇനി ഇവിടെ നല്ല പാനൊക്കെ നോക്കി നമ്മൾ ഇരുന്ന അന്നേരമാണ് ഇവൻ്റെ ഒരു കസേര. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, പോരാ ഉറക്കെ ഹല്ലേലൂയാ. അപ്പോ ഈ നാമാൻ പറയുകയാണ്, ദൈവമേ, ഇയാൾ പറയുകയാണ്, പിന്നെ ഇവിടെ നദിയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? അപ്പൊ ഈ വേലക്കാരൻ പറഞ്ഞു, പ്രഭോ, പ്രയാസമുള്ള ഒരു കാര്യമാണ് പ്രവാചകൻ ആവശ്യപ്പെട്ടിരുന്നതെങ്കിൽ അങ്ങ് ചെയ്യില്ലായിരുന്നോ? ചെയ്യുമായിരുന്നു. ഇതിപ്പോ എളുപ്പമുള്ള കാര്യമല്ലേ, ഒന്ന് പോന്ന വഴിക്കൊന്ന് മുങ്ങിപ്പൊക്കോ. അങ്ങനെ ജോർദാൻ നദിയുടെ തീരത്ത് നാമാന്റെ രഥം വന്ന് നിന്നു. നാമാൻ ഇറങ്ങി. ജോർദാനിൽ അത്ര വലിയ വെള്ളമൊന്നുമില്ല. ആ വെള്ളത്തിൽ അയാൾ 1ാമത്തെ പ്രാവശ്യം മുങ്ങി. മനസ്സോടാ ചെയ്യുന്നത്. 2ാമത്തെ പ്രാവശ്യം മുങ്ങി, 3ാമത്തെ പ്രാവശ്യം മുങ്ങി, 6 പ്രാവശ്യവും മുങ്ങി. ഒരു മഹാത്ഭുതവും സംഭവിച്ചിട്ടില്ല. എന്നാൽ 7ാം പ്രാവശ്യം അയാൾ മുങ്ങി നിവരുമ്പോൾ വേദപുസ്തകം പറയുന്നു, ഒരു കുഞ്ഞിൻ്റെ ശരീരം പോലെ അവൻ്റെ ശരീരം നിർമ്മലമായി, രോഗം സൗഖ്യപ്പെട്ടു. അപ്പോൾ ഒരു ചെറിയ കാര്യമാണ് ഈ വെള്ളത്തിലിറങ്ങി ഒന്ന് മുങ്ങി കയറുക എന്ന് പറഞ്ഞാൽ. കേൾക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ ഒരു അനുസരണത്തിന് വേണ്ടി ഒരാള് തയ്യാറാവുമ്പോൾ ആ വ്യക്തിയിലേക്ക് ദൈവകൃപ ഒഴുകും. നിങ്ങളിത് ഞാൻ വെറുതെ പറയുന്നതായിട്ട് വിചാരിക്കരുത്. കാരണം ലോകത്തിൻ്റെ മുഴുവൻ കൃപയും നഷ്ടപ്പെട്ടത് അനുസരണക്കേടിലാണ്. എവിടെ ആരനുസരിക്കുന്നോ അവിടെ സകല കൃപകളും തിരിച്ചു വരും. നിങ്ങളിത് കുടുംബത്തിലും ശ്രദ്ധിച്ചോണം. അതായത് ദൈവമുണ്ടാക്കിയ ഒരു ക്രമമുണ്ട്. ആ ക്രമം തെറ്റിക്കുന്ന ഒരു കുടുംബത്തിലും കൃപ വെളിപ്പെടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ ഞാൻ ഈ പറയുന്നത്. ദൈവം ഉണ്ടാക്കിയ ഒരു ക്രമമുണ്ട്. ദൈവം ഉണ്ടാക്കിയ ഒരു ക്രമമാണ് ഭർത്താവ്, ഭാര്യ, മക്കൾ. ഇതൊരു ക്രമമാണ്. ദൈവം തമ്പുരാൻ ഉണ്ടാക്കിയ ഒരു ക്രമമാണത്. ഈ ക്രമം തെറ്റുന്ന ഒരു വീട്ടിലും അനുഗ്രഹം ഉണ്ടാവില്ല. എവിടെ ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യയുണ്ടോ അവിടെ മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കളുണ്ടായിരിക്കും. അച്ചട്ടാണ്. വെറുതെ നോക്കിക്കോ, അവനവൻ്റെ വീട്ടിൽ തന്നെ നോക്കിക്കോ.
എവിടെ ഭാര്യയ്ക്ക് ഭർത്താവിന് വിധേയപ്പെടാത്ത ഭാര്യയുണ്ടോ അവിടെ മാതാപിതാക്കൾക്ക് വിധേയപ്പെടാത്ത മക്കൾ ഉണ്ടായിരിക്കും. കാരണം സ്പിരിറ്റ് ഓഫ് റിബല്യൻ, അനുസരണക്കേടിന്റെ, നിഷേധത്തിന്റെ അരൂപി പേരൻസിൽ വെളിപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കലി അത് മക്കളിലും വെളിപ്പെടും. നിഷേധത്തിന്റെ അരൂപി വീട്ടിലുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുകയൊന്നും വേണ്ട, തന്നെ ആ ആത്മാവ്, ആ ദുഷ്ടാരൂപി മക്കളിൽ പ്രവേശിച്ചോളും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിച്ചോളുക. ഞാൻ സുവിശേഷത്തിലെ ഒരു മർമ്മം ചൂണ്ടിക്കാണിച്ചു തരാം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പരിശുദ്ധ അമ്മയ്ക്കാണോ വിശുദ്ധ യൗസേപ്പിനാണോ ഈശോ മിശിഹായുമായും പിതാവുമായും പരിശുദ്ധാത്മാവുമായും കൂടുതൽ ബന്ധമുണ്ടായിരുന്നത്? പരിശുദ്ധ അമ്മയ്ക്ക് തന്നെയാണ്. കാരണം ദൈവപുത്രന്റെ മാതാവായ പിതാവായ ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകളായ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിനാണ് യൗസേപ്പ് പിതാവിനേക്കാൾ ത്രിത്വൈക ദൈവത്തോട് വിട്ടുപിരിയാൻ, വേർപിരിക്കാൻ പറ്റാത്ത അഭേദ്യമായ ആത്മബന്ധമുള്ളത്. എന്നാൽ നിങ്ങൾ ബൈബിൾ പരിശോധിച്ചോളുക. ബൈബിളിൽ പരിശുദ്ധ അമ്മയ്ക്കല്ല ദൂതൻ കുഞ്ഞിനെ സംബന്ധിക്കുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ജോസഫിനാണ്. കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോവുക, കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിൽ നിന്ന് തിരിച്ചു വരിക, കുഞ്ഞിനെയും കൊണ്ട് നസറത്തിൽ പോയി താമസിക്കുക, ഭാര്യയെ സ്വീകരിക്കുക, കുഞ്ഞിന് യേശു എന്ന് പേരിടുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊന്നും പറയുന്നത് മറിയത്തോടല്ല. കാരണം ദൈവം തമ്പുരാൻ ഉണ്ടാക്കിയ ഒരു ക്രമം ദൈവം തമ്പുരാൻ തെറ്റിക്കില്ല. നീ എത്ര ആത്മീയമായിട്ട് വളർന്ന ആളാണെങ്കിലും നീ അനുസരിക്കാൻ കടപ്പെട്ടവരെ അനുസരിക്കാതെ നിന്നിലേക്ക് ദൈവകൃപ വരില്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് തിരിച്ചറിയണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര്, തിരിച്ചറിയണം. അതുകൊണ്ട് എവിടെ കുടുംബത്തിലേക്ക് എവിടെ അനുസരണക്കേടുണ്ടോ നിങ്ങൾ സൂക്ഷിച്ചോണം. വലിയ തകർച്ചയാണ് നിങ്ങളെ കാത്തിരിക്കാൻ പോകുന്നത്. എന്നോട് ക്ഷമിക്കുക, അത് അച്ചട്ടാണ്. എവിടെ അനുസരണക്കേട്, എവിടെ നിഷേധം, സഭയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടാണോ റിബല്യൻ ഉള്ളത്, ഒരു കാര്യം നമ്മൾ അനുസരിക്കാൻ വിധേയപ്പെട്ട ആളുകള് പറയും, നമ്മൾ ആരെയാണോ അനുസരിക്കാൻ കടപ്പെട്ടിരിക്കുന്നത് അവരെ നമ്മൾ 100% അനുസരിച്ചേ പറ്റൂ. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? വിശുദ്ധ പാദ്രെ പിയോയെ പോലെ ആ കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു വിശുദ്ധൻ ജീവിച്ചിരുന്നില്ല. ആ കാലഘട്ടത്തിൽ ആ പാദ്രെ പിയോയോട് അദ്ദേഹത്തിന്റെ സഭാധികാരികൾ പറഞ്ഞു, 4 കൊല്ലത്തേക്ക് നീ പരസ്യമായിട്ട് കുർബാന ചൊല്ലണ്ട, ആരെയും കുമ്പസാരിപ്പിക്കേണ്ട, ഒരൊറ്റ ആളെ പോലും കാണുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യേണ്ട, മര്യാദയ്ക്ക് നിന്റെ ആവൃത്തിക്കകത്ത് അടച്ചിരുന്നോണം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ വിശുദ്ധനോടാണ് സഭാധികാരികള് അദ്ദേഹത്തിന്റെ വിശുദ്ധിയുടെ അളവ് വെച്ച് നോക്കിയാൽ, നമ്മൾ മാനുഷികമായിട്ട് ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരുമല്ല, എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ 7 അയലത്ത് വിശുദ്ധിയിലെത്താത്ത അദ്ദേഹത്തിന്റെ അധികാരികളാണ് അദ്ദേഹത്തോട് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? ഒന്നും വേണ്ടിയില്ല, നേരെ ആവൃത്തിക്കകത്തേക്ക് പോയി അദ്ദേഹം 4 വർഷം പുറം ലോകവുമായി ബന്ധപ്പെടാതെ അടച്ചിട്ട് തന്റെ പീഡാനുഭവങ്ങളും തന്റെ കുരിശും ചുമന്നുകൊണ്ട് ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ആ ശരീരം അഴുകാതിരിക്കുന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. എന്നാൽ ജീവിച്ചിരിക്കെ തന്നെ അഴുകിപ്പോകുന്നത് ആരുടെ ശരീരമാണ്? ഇവിടെ മരിച്ചു കഴിഞ്ഞിട്ടും കത്തോലിക്ക സഭയിൽ 102 വിശുദ്ധരുടെ ശരീരം അഴുകിയിട്ടില്ല. 102 വിശുദ്ധരുടെ ശരീരം അഴുകാതെ കിടക്കുകയാണ്. എന്നാൽ ജീവിച്ചിരിക്കെ തന്നെ ചിലരുടെ ശരീരം അഴുകുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം 6 മുതലുള്ള തിരുവചനം. പ്രഭാഷകൻ 10:6 മുതൽ 7 മുതലുള്ള തിരുവചനം. പ്രഭാഷകൻ 10:7 മുതൽ. അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. അനീതി, അഹങ്കാരം, അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോകുന്നു. കേൾക്കുക, പൊടിയും ചാരവുമായ മനുഷ്യ, അഹങ്കരിക്കാൻ നിനക്കെന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവന്റെ ശരീരം ജീർണിക്കുന്നു. ആരുടെ ശരീരമാ? ഇവിടെ മരിച്ചു കഴിഞ്ഞിട്ടും ശരീരം അഴുകിയിട്ടില്ല. ജീവിച്ചിരിക്കെ തന്നെ ശരീരം ജീർണിക്കുന്നു. ആരുടെ? നിഷേധം, എതിർപ്പ്, അഹങ്കാരം, മർക്കടമുഷ്ടി, അനുസരണക്കേട്, റിബല്യൻ. ഇത് പിശാചിൻ്റെതാണ്. പ്രിയപ്പെട്ട മക്കളെ, ജാഗ്രത പുലർത്തണം. നമ്മൾ ആരെ അനുസരിക്കാൻ കടപ്പെട്ടിരിക്കുന്നു 100% ചോദ്യമൊന്നുമില്ല. ഇവിടെ ഒരു ചോദ്യമില്ല, ന്യായീകരണങ്ങളില്ല, വാദഗതികളില്ല, ഒരു ചോദ്യമില്ല. എവിടെ അനുസരണമുണ്ടോ അവിടെ അഭിഷേകമുണ്ട്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നമ്മൾ സാമുവേലിന്റെ 1-ാം പുസ്തകത്തിൽ വായിക്കും, ജനം രാജാവിന് വേണ്ടി നിലവിളിക്കുകയാണ്.
രാജാവിനെ കിട്ടണമെന്ന് പറഞ്ഞ് ജനം നിലവിളിക്കുമ്പോൾ സാമുവേൽ പ്രവാചകൻ ചെന്ന് കർത്താവിനോട് ചോദിക്കും, കർത്താവേ, ഈ ജനം കിടന്ന് ബഹളം വെക്കുകയാണ്. ദൈവം ചോദിക്കും, എന്തിനാണ് ബഹളം വെക്കുന്നത്? സാമുവേൽ പറയും, അവർക്ക് രാജാവിനെ വേണമെന്ന്. അവർ നോക്കുമ്പോൾ ആ കിഴക്ക് ഭാഗത്തുള്ള ആളുകൾക്ക് രാജാവുണ്ട്, പടിഞ്ഞാറ് ഭാഗത്തുള്ള ആളുകൾക്ക് രാജാവുണ്ട്, വടക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും ഉള്ളവർക്ക് രാജാവുണ്ട്, ഞങ്ങൾക്ക് മാത്രം രാജാവില്ലെന്ന് പറഞ്ഞ് അവര് രാജാവിന് വേണ്ടി കിടന്ന് മുറവിളി കൂട്ടുന്ന സമയത്ത് സാമുവേൽ ചോദിക്കുമ്പോൾ കർത്താവ് പറയും, അവരുടെ രാജാവ് ഞാനാണ്, അവർക്ക് രാജാവായി ഞാൻ മതി. അപ്പോൾ ഇവരുടെ നിർബന്ധം കൊണ്ട് കർത്താവ് പറയും, സാവൂൾ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ രാജാവായി അഭിഷേകം ചെയ്യും. അങ്ങനെ ഇസ്രായേൽ ജനതയുടെ ആദ്യത്തെ രാജവാഴ്ച തുടക്കം കുറിക്കുമ്പോൾ ആദ്യത്തെ രാജാവായി മാറുന്നത് സാവൂളാണ്. ശ്രദ്ധിക്കുക, ഈ സാവൂള് ദൈവം തമ്പുരാൻ കൃപയും അഭിഷേകവും ശക്തിയും അനുഗ്രഹവും കൊടുത്ത ഈ സാവൂൾ എന്ത് ചെയ്തു? സാമുവേൽ പറഞ്ഞു, ഗിൽഗാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നീ 7 ദിവസം എനിക്ക് വേണ്ടി കാത്തിരിക്കണം, ഞാൻ വന്ന് ദഹനബലി അർപ്പിച്ചിട്ടേ നീ യുദ്ധത്തിന് പോകാവൂ പറയുകയാണ്. സാമുവേൽ 7 ദിവസം കൃത്യമായിട്ട് കാത്തിരുന്നു. പക്ഷെ സാമുവേൽ വന്നില്ല. സാമുവേൽ വരാത്തത് കൊണ്ട് ആളുകൾ പിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ സാമുവേലിനെ അനുസരിക്കാതെ സാവൂൾ ചെയ്തത്, സാവൂൾ നേരെ പോയി ദഹനബലി അർപ്പിച്ചു. സാമുവേൽ ഈ ദഹനബലി അർപ്പിച്ച് കഴിയുമ്പോൾ വന്നിട്ട് സാവൂളിനോട് പറയും, നീ അനുസരണക്കേട് കാണിച്ചത് കൊണ്ട് രാജത്വം നിന്നിൽ നിന്ന് എടുത്തു മാറ്റി മറ്റൊരാൾക്ക് കൊടുക്കുകയാണ്. ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന മറ്റൊരു കഥാപാത്രമാണ് ഉസിയാ രാജാവ്. ഉസിയാ രാജാവിനെ കുറിച്ച് വചനം പറയുന്നത്, അയാൾ 16-ാമത്തെ വയസ്സിൽ രാജാവായ ആളാണ്. 16-ാമത്തെ വയസ്സിൽ രാജാവായി എന്ന് പറഞ്ഞാൽ കൗമാരക്കാരനായിരുന്ന സമയത്തെ രാജാവായ ആളാണ് ഉസിയാ രാജാവ്. ഉസിയാ രാജാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വളരെ ചെറുപ്പത്തിൽ തന്നെ ദേശത്തിന്റെ വിസ്തൃതി നടപ്പാക്കാനായി അനേകം യുദ്ധങ്ങൾ നടത്തി അദ്ദേഹം ദേശത്തെ വ്യാപ്തിയിൽ എത്തിച്ചു. ദിനവൃത്താന്തം 2 ദിനവൃത്താന്തം 26-ാം അധ്യായം, 2 ദിനവൃത്താന്തം 26. ശ്രദ്ധിച്ചേ, 2 ദിനവൃത്താന്തം 26-ൽ ഉസിയാ രാജാവിനെ കുറിച്ച് പറയുകയാണ്. 16 വയസ്സുള്ളപ്പോഴാണ് ഉസിയാ രാജാവായത്. അങ്ങനെ 26-16 പ്രാബല്യം നേടിയപ്പോൾ അവൻ അഹങ്കാര പ്രമത്തനായി തീർന്നു. അതവനെ നാശത്തിലേക്ക് നയിച്ചു. എന്താ ചെയ്തെന്നറിയാമോ? അവൻ ഇങ്ങനെ ചിന്തിച്ചു, പുരോഹിതന്മാരാണോ ധൂപം അർപ്പിക്കേണ്ടത്? ഞാൻ രാജാവല്ലേ, ഞാൻ ഇത്രയും ഫേമസ് ആയ ആളല്ലേ, ഞാൻ ധൂപം അർപ്പിച്ചോളാം, നീ ഇപ്പൊ പുരോഹിതന്മാരൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് ഈ മനുഷ്യൻ ധൂപം അർപ്പിക്കാൻ പോകുമ്പോൾ പുരോഹിതന്മാര്, അസറിയ പുരോഹിതൻ അനേകം പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ ഉസിയയുടെ അടുത്ത് എന്ന് പറഞ്ഞു, ഉസിയ, നീ കാണിക്കുന്നത് അനുസരണക്കേടാണ്, നിഷേധമാണ്, നീ അങ്ങനെ ചെയ്യരുത്, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉസിയ രാജാവിനെ പിന്തിരിപ്പിക്കുമ്പോ ഉസിയ രാജാവ് പുരോഹിതന്മാരോട് കോപിച്ചുകൊണ്ട് ധൂപാർപ്പണം നടത്താൻ തയ്യാറായി. അതിനെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? പുരോഹിതന്മാരോട് കോപിച്ച ക്ഷണത്തിൽ കർത്താവിന്റെ ആലയത്തിൽ ധൂപപീഠത്തിന്റെ സമീപത്ത് അവരുടെ മുൻപിൽ വെച്ച് തന്നെ അവന്റെ നെറ്റിയിൽ കുഷ്ഠം പിടിപെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് പറയുന്നത്, അനുസരണം എന്ന് പറയുന്നത് ദൈവമക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ മൂല്യമാണ്. എവിടെ അനുസരണം ഉണ്ടോ അവിടെ അഭിഷേകമുണ്ട്. അതുകൊണ്ടാണ് ഈശോ മിശിഹായെ കുറിച്ച് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, അവൻ ദൈവമായിരുന്നിട്ടും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ ഉയർത്തി. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും അവന്റെ മുമ്പിൽ മുട്ടുകൾ മടക്കേണ്ടതിനും യേശു കർത്താവാണെന്ന്
പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടി ദൈവം അവനെ ഉയർത്തി. പ്രിയപ്പെട്ടവരെ, എവിടെ അനുസരണമുണ്ടോ അവിടെ ഉയർച്ചയുണ്ട്, അവിടെ അഭിഷേകമുണ്ട്, അവിടെ കൃപയുണ്ട്. ഒന്ന് കണ്ണടച്ച് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ തിന്മയാണ് നിഷേധം, എതിർപ്പ്, അനുസരണക്കേട്, വിധേയത്വമില്ലായ്മ, താഴ്മയില്ലായ്മ. ഇവിടെയാണ് പിശാച് കയറി ആധിപത്യം പുലർത്തുന്നത്. പിശാചിന്റെ എൻട്രി പോയിന്റ് ആണത്, പിശാച് പ്രവേശിക്കുന്ന വാതിലാണത്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അതിനെ തുറന്നൊന്ന് ഉച്ചത്തിൽ സ്തുതിച്ചേ. ഹല്ലേലൂയാ, ഉച്ചത്തിൽ ഹല്ലേലൂയാ. എല്ലാവരും സ്തുതിച്ചേ, ഉച്ചത്തിൽ സ്തുതിച്ചേ. യേശുവേ നന്ദി, 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 നന്ദി. കുറെ കൂടി സ്വരം ഉയർത്തി സ്തുതിച്ചേ. യേശുവേ നന്ദി, 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 നന്ദി. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തരുന്ന പ്രചോദനം ദൈവാരാധനയെ കുറിച്ചാണ്. ദൈവാരാധന ഒരുപക്ഷെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളോട് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ഇതാണ്. അതിന് എനിക്ക് എൻ്റെതായ ന്യായങ്ങളും കാരണങ്ങളുമുണ്ട്. ചില കാര്യങ്ങൾ, ചില ന്യായങ്ങൾ, ചില ന്യായീകരണങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. അതായത് എന്തുകൊണ്ടാണ് ഇത്? എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു സുവിശേഷകന് പറയാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ല വിഷയമാണ് ദൈവാരാധന, വർഷിപ്പ്, ദൈവാരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ കാര്യത്തെക്കുറിച്ച് നല്ല ഒരു ക്ലാരിറ്റി, മെന്റൽ ക്ലാരിറ്റി നമുക്കുണ്ടാക്കണം. ദൈവാരാധനയെക്കുറിച്ച് ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ കിട്ടിയാൽ നമ്മുടെ കുടുംബങ്ങളിൽ വലിയ മാറ്റം വരും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25-ാം തിരുവചനമാണ് ഇതിന്റെ ആധാരവചനം. പുറപ്പാട് പുസ്തകം 23-25. പുറപ്പാട് 23-25 വചനം എങ്ങനെയാണ്? നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. എന്നൊക്കെ പറയാം. നിങ്ങൾ നിങ്ങളുടെ, കുറെ കൂടി ഉച്ചത്തിൽ പറയാമോ? നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. എന്നോടൊക്കെ പറഞ്ഞേ, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. എന്നോട് പറയാം, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. അപ്പോ ബൈബിളിൽ ദൈവത്തെ ആരാധിക്കണമെന്ന് എവിടെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവിടെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ ഒരു കാര്യം പിടികിട്ടും. ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് ഒരു കമാൻഡ്മെന്റ് ആയിട്ടാണ്, ഒരു അഡ്വൈസ് ആയിട്ടല്ല. അതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്. അതായത് ദൈവത്തെ ആരാധിക്കണമെന്നുള്ളത് ദൈവം തന്നിരിക്കുന്ന കൽപ്പനയാണ്, ഉപദേശമല്ല. എന്ന് പറഞ്ഞാൽ കൽപ്പനയുടെ പ്രത്യേകത, കൽപ്പനയ്ക്ക് എക്സെപ്ഷൻ ഇല്ല. ഒരു കമാൻഡിന്റെ പ്രത്യേകത, ഒരു ആജ്ഞയുടെ, ഒരു നിർദ്ദേശത്തിന്റെ, ഒരു കൽപ്പനയുടെ പ്രത്യേകത, കൽപ്പനയ്ക്ക് എക്സെപ്ഷൻ ഇല്ല. എന്ന് പറഞ്ഞാൽ പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും കുബേരനാണെങ്കിലും കുചേലനാണെങ്കിലും അറിവുള്ളവനാണെങ്കിലും അറിവില്ലാത്തവനാണെങ്കിലും 5 സെന്റ് പോലും ഇല്ലാത്തവനാണെങ്കിലും 5 ഏക്കർ ഉള്ളവനാണെങ്കിലും ബെൻസുകാരെ വരുന്നവനാണെങ്കിലും സൈക്കിള് പോലും ഇല്ലാത്തവനാണെങ്കിലും ദൈവത്തെ എല്ലാവരും ആരാധിച്ച് പറ്റൂ. കൽപ്പനയാണിത്. ഇതാണ് നമ്മുടെ ഹൃദയത്തിൽ എഴുതി വെക്കേണ്ട, ചങ്കിനകത്ത് നാരായം കൊണ്ട് എഴുതേണ്ട വചനമാണിത്. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. കർത്താവിനെ ആരാധിക്കണമെന്നുള്ളത് കർത്താവിന്റെ കൽപ്പനയാണ്, കർത്താവിന്റെ ഉപദേശമല്ല. എന്ന് പറഞ്ഞാൽ അനേകം ആളുകളുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ട്. ഒരു പണിയുമില്ലാത്ത കുറെ ചേച്ചിമാരുടെ, ഒരു പണിയില്ലാത്ത കുറെ അച്ഛന്മാരുടെ, യാതൊരു ജോലിയില്ലാത്ത കുറെ കന്യാസ്ത്രീകളുടെ, പിന്നെ ഒരു വേലയും കൂലിയില്ലാത്ത കുറെ അൽമായരുടെ, സുവിശേഷ വേലക്കാരുടെ ജോലിയാണ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. ഒരു തെറ്റായ ധാരണ സാത്താൻ നമ്മുടെ ബുദ്ധിയിൽ, ബോധത്തിൽ ഇൻജക്ട് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 4 അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ, അത്യാവശ്യം ഒരു നല്ല വീടുണ്ടായി കഴിഞ്ഞാൽ, അത്യാവശ്യം സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരു ജോലി കിട്ടിയാൽ, അത്യാവശ്യം വിവരവും വെളിവും ബോധവും ഉണ്ടായാൽ, എന്തെങ്കിലുമൊക്കെ പദവിയോ സ്ഥാനമോ കിട്ടിയാൽ, പിന്നെ
ദൈവത്തെ ആരാധിക്കണ്ട, അവർക്കുള്ളതല്ല ദൈവാരാധന. ഒരു ജോലിയും കൂലിയും ഇല്ലാത്തവന്റെ ജോലിയാണ് ദൈവാരാധന എന്ന ഒരു പരക്കെ ധാരണ നമ്മൾ അറിയാതെ നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ പരന്നിട്ടുണ്ട്. ജാഗ്രത പുലർത്തണം പ്രിയപ്പെട്ട മക്കളെ, അപകടകരമായ ചിന്തയാണിത്. കാരണം ദൈവത്തെ ആരാധിക്കാതെ ഒരിക്കലും ഒരു സമൂഹത്തിലേക്കും ദൈവശക്തി ഇറങ്ങില്ല. ദൈവത്തെ ആരാധിക്കാതെ ഒരു വ്യക്തിയിലേക്കും ഒരു കുടുംബത്തിലേക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കില്ല. അപ്പൊ ഒന്നാമത്തെ കാര്യം ഇതാണ്, ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനയാണ്, ഉപദേശം അല്ല. ദൈവം ഉപദേശം തരികയല്ല. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ആരാധിച്ചോ, നിങ്ങൾക്ക് നേരം കിട്ടുകയാണെങ്കിൽ ആരാധിച്ചോ, നിങ്ങൾക്ക് മറ്റ് അസൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ദൈവത്തെ ആരാധിച്ചു. അങ്ങനെ ദൈവം പറയുന്ന ഉപദേശമല്ല ദൈവാരാധന, മറിച്ച് ദൈവത്തിന്റെ കൽപ്പനയാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. എന്തുകൊണ്ടാണ് ദൈവം ഇത് കൽപ്പനയായിട്ട് തന്നിരിക്കുന്നത്? വെറുതെ നമ്മളൊന്നും വിശ്വസിക്കണ്ട, വെറുതെ ഒന്നും വിഴുങ്ങണ്ട. ദൈവം തമ്പുരാൻ എന്തിനാ ദൈവത്തെ ആരാധിക്കാൻ ദൈവം പറഞ്ഞിരിക്കുന്നത്? എന്തിനാണ്? അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കുഞ്ഞ് ഡിസ്റ്റിങ്ഷൻ വരുത്തണം, നമ്മുടെ മനസ്സിൽ ഒരു ക്ലാരിറ്റി വരുത്തണം. അതായത് ദൈവാരാധനയും നമ്മുടെ അപേക്ഷാ പ്രാർത്ഥനയും തമ്മിൽ വ്യത്യാസമുണ്ട്. ശ്രദ്ധിച്ചിരിക്കുക. ദൈവത്തെ ആരാധിക്കുന്നതും നമ്മൾ കുറെ അപേക്ഷകൾ ദൈവത്തോട് പറയുന്നതും വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ സാധാരണ മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണ്, പ്രാർത്ഥനയും ദൈവാരാധനയും രണ്ടാണ്, ഒന്നല്ല. എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചേ, മക്കൾക്ക് ജോലിയില്ലാതെ വരുമ്പോ മാതാപിതാക്കളുടെ മക്കൾക്ക് ജോലി കിട്ടാൻ വേണ്ടി കുറെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവര് രാവിലെ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, 3 മണിക്ക് പ്രാർത്ഥിക്കുന്നു, പാതിരാത്രി പ്രാർത്ഥിക്കുന്നു, പിന്നെ 120 ദിവസം പ്രാർത്ഥിക്കുന്നു, 21 ദിവസം പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവർ, ഇതെല്ലാം പ്രാർത്ഥനയാണ്, ദൈവാരാധന അല്ല. അപ്പൊ ഒന്നാമത്തെ ഡിസ്റ്റിങ്ഷൻ എന്താണ്? പ്രയർ, എന്താണ് വർഷിപ്പ്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിന്, ഞാൻ മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണ്, പ്രാർത്ഥനയുടെ യഥാർത്ഥ നിർവചനം ഇതല്ല. നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കാര്യങ്ങളും ആവശ്യങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കർത്താവിനോട് പറഞ്ഞ് നമ്മൾ ഒത്തിരിയും കാര്യങ്ങൾ, അപേക്ഷകൾ കർത്താവിന്റെ മുമ്പിൽ വെക്കുന്നതാണ് പ്രാർത്ഥന, നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥത്തിലെ പ്രാർത്ഥന. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതിനെ ദൈവാരാധനയെ തെറ്റിദ്ധരിക്കരുത്. അത് ദൈവാരാധനയല്ല. ദൈവാരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവാരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഒരു വ്യക്തി ദൈവമായി മനസ്സിലാക്കി കഴിയുമ്പോൾ, കേൾക്കണേ, മനസ്സിലാക്കാൻ ഇത് ശരിക്കും മനസ്സിലാക്കണം, ഒത്തിരി പ്രയാസമാണ്, ശ്രദ്ധിച്ചിരിക്കണം. അതായത് ദൈവത്തെ ഒരു വ്യക്തി ദൈവമായി മനസ്സിലാക്കി കഴിയുമ്പോൾ, ദൈവമേ നീ ദൈവമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന മനോഭാവമാണ് ദൈവാരാധന. ആ ഹൃദയത്തിലുണ്ടാകുന്ന ആ വലിയ ദൈവബോധത്തിൽ ഒരു വ്യക്തി ഉരുവിടുന്ന വാക്കുകളും പാടുന്ന പാട്ടുകളും അയാൾ ഉതിർക്കുന്ന കീർത്തനങ്ങളും അയാൾ ഉതിർക്കുന്ന ശബ്ദങ്ങളും എല്ലാം ദൈവാരാധനയാണ്. ഇനി ഒരു വാക്ക് പോലും പറഞ്ഞില്ലെങ്കിലും ഒരു വ്യക്തി കർത്താവിന്റെ ആ ദൈവമാണെന്ന ബോധം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വെളിപ്പെട്ട് കഴിയുമ്പോൾ, ആ വ്യക്തി ഒന്നും മിണ്ടാതെ സാഷ്ടാംഗം വീണ് കിടന്നാൽ, അയാൾ 5 മണിക്കൂർ വീണ് കിടന്നാൽ അതും ദൈവാരാധനയാണ്. ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. യെശയ്യാ പ്രവചനത്തിലാണ് കർത്താവ് ഇതിനെ കുറിച്ച് വ്യക്തമായ ബോധ്യം നൽകുന്നത്. യെശയ്യായിലൂടെ കർത്താവ് പറയുകയാണ്, 6-ാം അധ്യായം, ശ്രദ്ധിക്കുക, ദൈവത്തെ ആരാധിച്ച ഒരു വ്യക്തിയെ കുറിച്ച് യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ പറയുകയാണ്. ഞാൻ വായിക്കാം, കേൾക്കുക. ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. യെശയ്യാ 6-ൽ പറയുകയാണ്, കേൾക്കുന്നുണ്ടോ? ഉസിയ രാജാവ് മരിച്ച വർഷം. ഞാൻ ഉസിയയെ കുറിച്ച് നേരത്തെ പറഞ്ഞു. ആരാ ഉസിയ? അഹങ്കാര പ്രമത്തത കൊണ്ട് പുരോഹിതന്മാരെ വെല്ലുവിളിച്ച് പവിത്രമായ ദേവാലയത്തിന്റെ പരിശുദ്ധ അങ്കണത്തിലേക്ക് പ്രവേശിച്ച് പരിശുദ്ധിയുടെ പരിശുദ്ധിയായ അതിവിശുദ്ധ സ്ഥലത്ത് ധൂപാർപ്പണം ചെയ്യാൻ ധൈര്യപ്പെട്ട അഹങ്കാര പ്രമത്തനായ ആളാണ് ഉസിയ. ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് യെശയ്യാ കണ്ടു. കേൾക്കണേ, ശ്രദ്ധിക്കണേ. ഉസിയ രാജാവ് മരിച്ചാല് ദൈവത്തിന്റെ വലിപ്പം നിനക്ക് കാണാൻ പറ്റൂ. ആരാണ് ഉസിയ? ബുദ്ധിയുടെ കെട്ടാണ് ഉസിയ.
അവനവന്റെ ബുദ്ധിയിലുള്ള ആശ്രയമാണ് ഉസിയ. സ്വന്തം കഴിവിലുള്ള ആശ്രയബോധമാണ് ഉസിയ. എനിക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്ന അധമ ബോധമാണ് ഉസിയ. എന്റെ കഴിവ് കൊണ്ടാണ് ഞാൻ ജീവിതം കെട്ടിപ്പടുക്കുന്നതെന്ന മിഥ്യാബോധമാണ് ഉസിയ. ദൈവത്തെ കൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന ഒരു മനുഷ്യന്റെ വികലമായ ചാബല്യം നിറഞ്ഞ അവബോധമാണ് ഉസിയ. ആ ഉസിയ മരിച്ചാൽ നിനക്ക് ദൈവത്തിന്റെ വലിപ്പം വെളിപ്പെടും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അതാണ് യെശയ്യാ 6:1 പറയുന്നത്. ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായൊരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടത്തിൽ ദൈവമക്കളുടെ ഹൃദയത്തിലേക്ക് ദൈവശക്തി ഇറങ്ങാത്തതിന്റെ ഏറ്റവും വലിയ കെട്ട് എന്താണെന്നറിയാമോ? ബുദ്ധിയുടെ കെട്ടാണ്. ബുദ്ധിയുടെ കെട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് തലയ്ക്കകത്ത് കിടക്കുന്ന കുറച്ച് അറിവുകളെയാണ്. നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്ക് വിശ്വാസം ഉണ്ടോ? ഞാൻ ചോദിക്കുകയാണ്, ഡാനിയേൽ അച്ഛാ നിനക്ക് വിശ്വാസം ഉണ്ടോ? അപ്പൊ ഞാൻ എന്താ ഓർക്കുന്നത്? പിന്നെ വിശ്വാസം ഇല്ലേ? യേശു മിശിഹ എന്നെ രക്ഷിച്ചെന്ന് എനിക്കറിയാം. കർത്താവ് യേശു മിശിഹ കുരിശിൽ മരിച്ചെന്ന് എനിക്കറിയാം. കർത്താവ് എത്ര അടി കൊണ്ടെന്ന് എനിക്കറിയാം. കർത്താവിന്റെ മുറിവുകൾ എനിക്കറിയാം. കർത്താവ് സഹിച്ച പീഡകൾ എനിക്കറിയാം. ഈ അറിവാണ് വിശ്വാസം എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, നമുക്ക് നേരം ഉണ്ടെങ്കിൽ നാളെ അതിനെക്കുറിച്ച് പറയാം, ഇന്ന് അതിലേക്ക് പോകണ്ട. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ കെട്ടാണ് ബുദ്ധിയുടെ കെട്ട്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഈശോ മിശിഹ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പിതാവേ, യേശു ഉദ്ഘോഷിച്ചു. മത്തായി 11:25 യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്ന് മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ നിന്നെ ഞാൻ സ്തുതിക്കുന്നു. നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തി. കേൾക്കണേ, അതായത് ഒരു വ്യക്തി ദൈവത്തിന്റെ വലിപ്പം കാണാൻ മാത്രം ആ വ്യക്തിയുടെ ഹൃദയം തുറക്കപ്പെടണമെങ്കിൽ ഈ ബുദ്ധിയുടെ കെട്ട് അഴിയണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു സങ്കടം പറയട്ടെ നിങ്ങളോട്. ഇന്ന് ഒരു പരിധിവരെ നമ്മൾ വിശ്വാസികളെന്ന് അവകാശപ്പെടുന്നവരിൽ മഹാഭൂരിപക്ഷവും ദൈവത്തെ കാണുന്നത് അവരുടെ ബുദ്ധി കൊണ്ടും ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ബുദ്ധി കൊണ്ടുമാണ്. പിശാചില്ലെന്ന് പഠിപ്പിക്കുന്നവരെ കാണുന്നുണ്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ. പിശാചില്ലെന്നാണ് പഠിപ്പിക്കുന്നത്. വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലങ്കാരിക അർത്ഥത്തിൽ പറയപ്പെട്ടതാണെന്ന് പഠിപ്പിക്കുന്ന ഇടങ്ങളുണ്ട് ഈ നഗരത്തിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പിശാചില്ലെന്ന് പഠിപ്പിക്കും, നാളെ ദൈവമില്ലെന്ന് പഠിപ്പിക്കും. ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞോളുക, ബുദ്ധി കൊണ്ട് നമുക്ക് ദൈവിക രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ അറ്റംപ്റ്റ് ചെയ്യാമെന്നേ ഉള്ളൂ. പൂർണ്ണമായി എല്ലാ കാര്യങ്ങളും ബുദ്ധി കൊണ്ട് വെളിപ്പെടില്ല. നമ്മൾ ഈ ജീവിക്കുന്ന ഭൂമിയുടെ 30 ലക്ഷം ഇരട്ടി വലിപ്പമുണ്ട് സൂര്യന്. എന്ന് പറഞ്ഞാൽ 30 ലക്ഷം ഭൂമികളെ സൂര്യനകത്ത് എടുത്തു വെക്കാം. നമ്മൾ ഈ ജീവിക്കുന്ന ഭൂമിയുടെ 30 ലക്ഷം ഇരട്ടി വലിപ്പമുണ്ട് നമ്മൾ ഈ തലയ്ക്ക് മുകളിൽ ഒരു ചെറിയ വട്ടത്തിൽ കാണുന്ന സൂര്യന്. ആ സൂര്യനും ഈ ഭൂമിയും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും അടങ്ങിയ നമ്മുടെ സൗരയൂഥം, നമ്മുടെ ഗാലക്സി, പ്രിയപ്പെട്ടവരെ, അതുപോലെയുള്ള മില്യനുകൾ ഗാലക്സികൾ, ദശലക്ഷക്കണക്കിന് ഗാലക്സികൾ, ഈ ഭൂമിയുടെ 30 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ, ആ സൂര്യനും ഭൂമിയും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും അടങ്ങിയ നമ്മുടെ സൗരയൂഥം, അതുപോലെ ദശലക്ഷക്കണക്കിന് ഗാലക്സികൾ, അതിൽ ഒരു ഭൂമി, ആ ഭൂമിയിൽ 7 വൻകരകൾ, 5 ജനവാസമുള്ള വൻകരകൾ, അതിനകത്തൊരു ഏഷ്യ മഹാഭൂഖണ്ഡം, അതിനകത്തൊരു ഇന്ത്യ മഹാരാജ്യം, അതിനകത്തൊരു കേരള സംസ്ഥാനം, അതിനകത്ത് തിരുവനന്തപുരം തലസ്ഥാന നഗരം, അതിനകത്തൊരു പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ, അതിനകത്ത് നിൽക്കുന്ന ഡാനിയേൽ അച്ഛൻ ഇരിക്കുന്ന നിങ്ങൾ സ്പെക്ക് ഓഫ് എ സ്പെക്ക്, പൊടിയിലും പൊടി. ഈ വിശ്വമഹാപ്രപഞ്ചം, ദശലക്ഷക്കണക്കിന് സൗരയൂഥങ്ങൾ ഉൾപ്പെടുന്ന ഈ വിശ്വമഹാപ്രപഞ്ചത്തെ മെനഞ്ഞുണ്ടാക്കിയ, നൊടിയിട കൊണ്ട്, ഒരു നേരം കൊണ്ട്, ഒരു നാഴിക കൊണ്ട്, ഒരു വാക്ക് കൊണ്ട് ഈ മഹാപ്രപഞ്ചത്തെ രൂപപ്പെടുത്തിയ സർവശക്തനായ ദൈവത്തെ നമ്മുടെ തലച്ചോറിനകത്ത് ഒതുക്കി വെക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന പൊടിയിലും പൊടിയായ ഡാനിയേൽ അച്ഛൻ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ആർക്ക് വെളിപ്പെടുത്തി?
കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തി. നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കേണ്ട എന്തിനാണെന്നറിയാമോ? കർത്താവേ, ശിശു സഹജമായ വിശ്വാസം തരണേ, കുഞ്ഞുങ്ങൾക്കുള്ളതുപോലെ വിശ്വാസം തരണേ. അങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ മഹാത്ഭുതങ്ങൾ നടക്കും പ്രിയപ്പെട്ടവരെ. എന്ന് പറഞ്ഞാൽ ഹബക്കൂക്ക് 1:5 പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത പ്രവൃത്തി നിന്റെ നാളുകളിൽ ഞാൻ ചെയ്യും. പറഞ്ഞാ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഈ നഗ്ന നേത്രം കൊണ്ട് എനിക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഉറപ്പ് ഈ കാര്യത്തിൽ. അതായത് നമ്മൾ ഈ വക കാര്യങ്ങൾ പറയണം, പ്രഘോഷിക്കണം, ജീവിക്കാൻ ശ്രമിക്കണം എന്ന് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ബോധ്യമുള്ളതിൻ്റെ കാരണം നമുക്ക് ഒരാളോട് പോലും പറഞ്ഞാൽ അവർ വിശ്വസിക്കാത്ത കാര്യങ്ങൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ, പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യം ഞാൻ പറയാം. കടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരു ഹൈന്ദവ കുടുംബത്തിൽപ്പെട്ട ഒരു അമ്മ 3 മക്കളെയും കൊണ്ട് ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നു. ആ 3 മക്കളെയും കൊണ്ട് വന്ന അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ എനിക്കൊരു 10-15 മിനിറ്റ് അച്ഛനോട് വർത്താനം പറയണം, എനിക്ക് സമയം തരണമെന്ന് പറഞ്ഞിട്ട്, ഹൈന്ദവ സ്ത്രീയാണ് ഈ സഹോദരി പറയുകയാണ്, അച്ഛാ ഞാൻ വളരെ ബുദ്ധിമുട്ടിലും ഭാരത്തിലും പ്രയാസത്തിലും കഴിയുന്ന ഒരു സ്ത്രീയാണ്. മുഴുക്കുടിയനായ ഭർത്താവാണ് എനിക്കുള്ളത്, ഒരു സമാധാനം ഇല്ലാത്ത വീടാണ് എൻ്റേത്. എനിക്ക് 3 കുഞ്ഞുങ്ങളാണുള്ളത്. ആ 3 കുഞ്ഞുങ്ങളെ എനിക്ക് ചൂണ്ടിക്കാണിച്ചു. അതിൽ ഏറ്റവും ഇളയ കുട്ടിയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ സ്ത്രീ പറഞ്ഞു, ഈ കുഞ്ഞ് പിറന്നപ്പോ അച്ഛാ ഇവനൊരു മന്ദബുദ്ധിയായ കുഞ്ഞായിട്ടാണ് പിറന്നത്, ഒരക്ഷരം പോലും വർത്താനം പറയില്ല. അങ്ങനെ ഈ മന്ദബുദ്ധിയായ മൂകനായ കുഞ്ഞിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഭർത്താവിന്റെ അമ്മ പറയും, എടി നിന്റെ ദുഷിച്ച ജീവിതത്തിന്, നിന്റെ അഹങ്കാരത്തിന് ദൈവം തന്ന ശിക്ഷയാണ് ഈ കുഞ്ഞ്. അങ്ങനെ പറയുന്നവരുണ്ട്, അങ്ങനെ പറയരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ മനുഷ്യർക്ക് സംഭവിക്കുന്ന ദുരന്തങ്ങളെല്ലാം അവരുടെ തെറ്റിന്റെ ഫലമായിട്ട് പറയാൻ വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ദുർമരണം നടന്നത് കുരിശിലാണ്. ഏറ്റവും വലിയ ദുർമരണം നടന്നത് പരിശുദ്ധ അമ്മയുടെ മകനാണ്. കുറ്റവാളിയെ പോലെ കുരിശിൽ തറയ്ക്കപ്പെട്ട് കൊന്ന യേശു ഒരു ദുർമരണത്തിൽ പെട്ടത് അവന്റെ പാപം നിമിത്തം അല്ല. തെറ്റിദ്ധാരണകൾ തിരുത്തണം. പാപം കൊണ്ട് രോഗം വരാം, പാപം കൊണ്ട് തകർച്ച വരാം, എന്നാൽ എല്ലാ തകർച്ചയുടെയും വിശദീകരണം പാപം അല്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. ശ്രദ്ധിക്കുക. അപ്പൊ ഈ സ്ത്രീ പറയുകയാണ്, വെച്ചാൽ ഞാൻ വളരെ ബുദ്ധിമുട്ടി ഒത്തിരി പ്രയാസത്തിൽ കിടക്കുന്ന ആളാണ്. എൻ്റെ അമ്മായിമ്മ എന്നോട് ഇങ്ങനെ പറയുകയാണ്, എടി നിന്റെ ദുഷിച്ച ജീവിതത്തിന് ദൈവം തന്ന ശിക്ഷയാണിത്. ഓരോ ദിവസവും ജീവിതം മടുത്തിട്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ദിവസങ്ങൾ. മൂത്ത കുട്ടിക്ക് ഒരു സഹജമായ ബോധം വരും, അമ്മ മരിക്കുന്നതിനെ കുറിച്ച് തീരുമാനിക്കുന്ന ദിവസം അമ്മ പോകുന്ന ഇടങ്ങളിൽ ഒരു നിഴല് പോലെ ഈ കുട്ടി പിന്നാലെ പോകും. അന്ന് ആ കുട്ടി സ്കൂളിൽ പോവില്ല. അമ്മ രാത്രി കിടക്കുമ്പോൾ അമ്മയെ വട്ടം ചുറ്റി കിടക്കും. ഒരു ചെറിയ അനക്കം കൊണ്ട് പോലും അമ്മ ഉണർന്ന് എഴുന്നേൽക്കാൻ അമ്മയെ വിട്ടുകൊടുക്കാതെ അമ്മയെ വട്ടം ചുറ്റി പിടിച്ച് കിടക്കും. ഈ കുഞ്ഞിന് ഒരു സഹജമായ ബോധമുണ്ട്, ഈ അമ്മ ആത്മഹത്യ ചെയ്തേക്കുമോ, ഒരു ഭയമുണ്ട്. ഇപ്പൊ ഈ സ്ത്രീ എൻ്റെ അടുത്ത് പറയുകയാണ്, ഞാൻ ഓരോ തവണയും മരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോഴൊക്കെ എൻ്റെ കുഞ്ഞ് വന്ന് അപ്രതീക്ഷിതമായി വന്ന് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിച്ച് വലിച്ചു കയറ്റും. അവര് പറഞ്ഞ ഭർത്താവിനെ കൊണ്ടൊരു സമാധാനമില്ല, ഭർത്താവിന്റെ വീട്ടുകാരെ കൊണ്ടൊരു സമാധാനമില്ല, ദാരിദ്ര്യമാണ്, ദുരിതമാണ്, തീമഴ പോലെ ചില്ലുമഴ പോലെ കണ്ണീര് പെയ്തിറങ്ങുന്ന വീടാണ്. ഈ സമാധാനമില്ലാത്ത വീട്ടിൽ ഒരു ദിവസം ഇനി എന്തു സംഭവിച്ചാലും ശരി ഇന്ന് മരിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് വീടാന്തരം കയറി ഇറങ്ങി സുവിശേഷം പറയുന്ന 2 സഹോദരന്മാരുണ്ട്. ആ സഹോദരന്മാര് ജോസഫ് ബ്രദറും വിൻസെന്റ് ബ്രദറും, ഇവർ 2 പേര് ആ വഴി പോകുമ്പോൾ ഈ ഹൈന്ദവ സ്ത്രീ വീടിന്റെ വാതിൽക്ക് വളരെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ ദൈവത്തിന്റെ ആത്മാവ് പ്രചോദനം കൊടുത്തിട്ട് ഇവർ 2 പേരും കൂടെ ആ വീട്ടുമുറ്റത്തേക്ക് ചെന്നിട്ട് ചോദിക്കേടി, എന്നാ നീ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. ആരോടെങ്കിലും ഒന്ന് തൻ്റെ സങ്കടം ഒന്ന് ഇറക്കി വെക്കാൻ ആരെയെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ദാഹിച്ചും കൊതിച്ചും ആഗ്രഹിച്ചിരുന്നൊരു സ്ത്രീയുടെ മുമ്പിൽ ഈ ചോദ്യം വന്ന് വീഴുമ്പോൾ ആ ചോദ്യത്തിന് മറുപടിയായി ജീവിതകാലം വരെ അന്നോളം അവർ സഹിച്ച സകല തീവ്രമായ ദുഃഖാനുഭവങ്ങളും ആ മനുഷ്യരുടെ മുമ്പിൽ ഒരു തോരാത്ത പേമഴ പോലെ കണ്ണുനീര് ഒഴുക്കി ഈ സ്ത്രീ പങ്കുവെച്ച് കഴിയുമ്പോൾ സഞ്ചിക്കകത്ത് നിന്ന് ഒരു വചനോത്സവം മാസിക എടുത്ത് ഈ സ്ത്രീയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ആ സഹോദരന്മാർ പറയും, ഞങ്ങൾക്ക് നിന്നെ പരിചയപ്പെടുത്താൻ ഒരു യേശു ക്രിസ്തു ഉണ്ട്. ആ യേശു ക്രിസ്തു, നീ ഇത് കണ്ടോ, ആ യേശുവിനെ കുറിച്ച് ഈ മാസിക വായിച്ച് തീരുമ്പോഴേക്കും നിനക്ക് ചില ബോധം നിന്റെ ഹൃദയത്തിൽ കിട്ടും. നീ യേശുവിനോട് പ്രാർത്ഥിക്കുമോളെ, കർത്താവ് നിനക്ക് അനുഗ്രഹം തരും, നിനക്ക് സമാധാനം തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് അവർ തിരിച്ചുപോയി.
ഈ സ്ത്രീ ഈ മാസിക വായിക്കുമ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവർ യേശുവിനെ കുറിച്ച് അത്ര അടുത്ത് വായിക്കുന്നത്, അറിയുന്നത്. അവർക്ക് യേശുവിനോട് സ്നേഹം തോന്നി. വചനോത്സവ മാസികയുടെ 2 or 3 ആദ്യത്തെ ലേഖനങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് കർത്താവ് ഇടപെട്ട് ചെയ്ത് പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങളാണ് ഈ സ്ത്രീ, പാവപ്പെട്ട സ്ത്രീ അത് വായിച്ചപ്പോൾ ഓരോ കുടുംബത്തിലും കർത്താവിൻ്റെ വചനം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ ഈ സ്ത്രീക്ക് ഒരു പ്രത്യേക ആകർഷണം യേശുവിനോട് തോന്നി. അവരിങ്ങനെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടിയപ്പോൾ ഇങ്ങനെ സംഭവിച്ചു, ധ്യാനം കൂടിയപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഇവർ വിചാരിച്ചു, ദൈവമേ എവിടെയാണ് ഈ ഡിവൈൻ ധ്യാന കേന്ദ്രം? അവിടുന്ന് പോയായിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടിയേനെ, എൻ്റെ കുഞ്ഞിനൊരു സൗഖ്യം കിട്ടിയേനെ. പക്ഷേ ഒരു പിടി അരി വാങ്ങിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ദാരിദ്ര്യ ദുഃഖത്തിൽ കിടക്കുന്ന എനിക്ക് ഇനിയും ഇത്രയും ദൂരം പോയി ഈ ചാലക്കുടി എന്ന് പറയുന്ന സ്ഥലം എവിടെയാണെന്ന് പോലും അറിയാൻ പാടില്ല, ഞാൻ എങ്ങനെ പോവും? അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമേ എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ എനിക്ക് പോകണം എന്നൊക്കെ വിചാരിച്ച് ഒരു സമാധാനമൊക്കെ കിട്ടി. ആ സ്ത്രീ ആ മാസികയൊക്കെ അവിടെ വെച്ചിട്ട് ഒരു അടുക്കളയിലേക്ക് അവരുടെ ജോലി ചെയ്യാൻ വേണ്ടി പോയി. കുറേ നേരം കഴിഞ്ഞിട്ട് ദൈവമേ കൊച്ചു വെളിയിലാണല്ലോ എന്ന് ഓർത്തിട്ട് വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ഈ കുഞ്ഞ് ഈ വചനോത്സവം മാസിക എടുത്ത് മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിങ്ങനെ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കുഞ്ഞ്. അപ്പോൾ ഇവർക്കങ്ങ് സങ്കടം സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഈ മാസിക എടുത്തിട്ട് അതിൻ്റെ 2 പുറത്തും കവർ പേജിൽ ഈശോ കൈവിരിച്ച് പിടിച്ച് നിൽക്കുന്ന ഫോട്ടോയുണ്ട്. ആ ഫോട്ടോ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് കർത്താവിനെ നോക്കിയിട്ട് ഒത്തിരി കരഞ്ഞു. എൻ്റെ പൊന്ന് കർത്താവ്, എനിക്ക് ഒരു വഴിയില്ലെന്ന് പറഞ്ഞു. എന്നെ സഹായിക്കാൻ നീ വരണേ, എനിക്ക് ഒരു വഴിയില്ല, ഈ കുഞ്ഞിങ്ങനെ ഒരു അവസ്ഥയിലായി പോയല്ലോ എന്നോർത്തിട്ട് അവർ ഹൃദയം പൊട്ടി കരഞ്ഞു. കരഞ്ഞിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്ത്രീ ചെയ്തത് ഈ വചനോത്സവ മാസിക എടുത്ത് നിവർത്തി വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഈ കുട്ടിയെ പിടിച്ചങ്ങ് കിടത്തി. എന്നിട്ട് ആ കുഞ്ഞിനെ ഇങ്ങനെ നമ്മൾ പരിശുദ്ധ കുർബാന കാസയും ബീലാസയും അച്ഛൻ ഉയർത്തുന്ന പോലെ അങ്ങനെ ആ സ്ത്രീ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് അറിയാൻ പാടില്ല ആരോടാ പറയുന്നേ. ഈശോയെ കുറിച്ച് ഒത്തിരി ബോധ്യമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞു, എൻ്റെ പൊന്ന് ഈശോയെ, എൻ്റെ കുഞ്ഞിനൊരു സൗഖ്യം കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് അവർ കരഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഇവർ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ശരിക്കും ഹൃദയത്തെ സ്പർശിക്കുന്ന കാര്യങ്ങളാണ്. ഞാനിങ്ങനെ നിർനിമേഷനായി ഇതെല്ലാം കേട്ട് നിൽക്കുമ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അച്ഛാ ഒരു മഹാത്ഭുതം സംഭവിച്ചു. കുറേ നേരം കഴിഞ്ഞ് കൊച്ചന്തി എന്ന് പറഞ്ഞു വന്ന് നോക്കുമ്പോൾ ഈ കുഞ്ഞ് വചനോത്സവ മാസിക എടുത്ത് അതിനകത്ത് ഇങ്ങനെ ഈശോയെ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെക്കും, എന്നിട്ട് പിന്നെയും നോക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഈ കുട്ടി. അപ്പം നീ അത് കീറി കളയുമല്ലോടാന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ അതേ എനിക്ക് പിടിച്ചപ്പോൾ ഈ കുഞ്ഞ് അതേ ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ട് അമ്മയും മോനും തമ്മിൽ പിടിവലിയായപ്പോൾ ഈ കുഞ്ഞ് ഇത് മുറുക്കെ പിടിച്ചുകൊണ്ട് ഈ കുഞ്ഞ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു വാക്ക് പറയുകയാണ്. ആ വാക്ക് ഇതാണ്, അപ്പ 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 ഇങ്ങനെ പറയുക. അപ്പൊ എനിക്ക് പ്രിയപ്പെട്ടവരെ, എനിക്കത് കേൾക്കുമ്പോൾ അവിശ്വസനീയമായിട്ടാണ് തോന്നുന്നത്. ഈ സ്ത്രീ വന്ന് പറയുമ്പോൾ അവരുടെ മിഥ്യാബോധമോ ഭാവനയോ വിഭ്രമമോ അവരുടെ കൽപ്പിത ബോധമോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ടും ആ കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. അവർ പറഞ്ഞു, അച്ചോ അന്ന് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞ് ആദ്യമായിട്ട് അത്രയും ദിവസം സംസാരിക്കാതിരുന്ന എൻ്റെ കുഞ്ഞ് അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് അപ്പാന്ന് വിളിച്ചു. എന്നിട്ട് ഈ മാസിക പഴകി കീറാറായ ഒരു മാസിക അവരുടെ സഞ്ചിയിൽ നിന്ന് അവരുടെ ബാഗിൽ നിന്ന് പുറത്തെടുത്തിട്ട് അവർ കുഞ്ഞിനെ കാണിച്ചിട്ട്, മക്കളെ ആരാ ഇതെന്ന് ചോദിച്ചപ്പോൾ ഒരു വെപ്രാളം കൊണ്ട് ഐസ്ക്രീം കാണുന്ന കുട്ടിക്ക് ഉണ്ടാവുന്നതിനേക്കാൾ വലിയ സന്തോഷത്തിലാണ് ഈ കുഞ്ഞ് അപ്പ 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 എന്ന് പറഞ്ഞിട്ട് അവൻ കിടന്ന് ചാടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, അച്ചോ ഞാൻ ഒരു കാര്യം കൂടി കാണിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കുഞ്ഞിൻ്റെ ഉടുപ്പ് അവരൂരി. നല്ലതുപോലെ കറുത്ത ഒരു കുട്ടിയാണിത്. ആ ഉടുപ്പ് ഊരുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാഴ്ച ഞാൻ കണ്ടു. ആ കുട്ടിയുടെ നെഞ്ചിൽ നല്ലതുപോലെ കരിവീട്ടി പോലെ കറുത്ത ആ ശരീരത്തിൽ ഒത്ത നെഞ്ചിൽ കൃത്യമായി നല്ല തൊലി വെളുത്ത് കൃത്യമായി ഒരു കുരിശടയാളം. ഞാൻ ചോദിച്ചു, ഇതെന്താണ്? ആ സ്ത്രീ എന്നോട് പറയുകയാണ്, പിറ്റേ ദിവസം മുതൽ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ ശരീരത്തിൽ ഇങ്ങനെ ഒരു അടയാളം വെളിപ്പെടുകയാണ് നല്ലതുപോലെ. ഞാൻ എന്തെങ്കിലും ഒരു ഊഹാഭോഗം ഈ മൈക്ക് വെച്ച് ഞാൻ പറയില്ല. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ നേരിട്ട് കണ്ട് എൻ്റെ ഇടവക്കാരെ ഞാൻ കാണിച്ച് ബോധ്യപ്പെടുത്തി. എല്ലാവരും കണ്ട ഒരു സംഭവമാണ്. ഇതിൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ അന്ന് കണ്ട് ബോധ്യപ്പെട്ടു. നമുക്ക് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ എക്സ്പ്ലനേഷൻ ഈസ് ഇംപോസിബിൾ regarding such incidents. Human explanation is impossible. പതുക്കെ ദിവസം ഇതിങ്ങനെ കളറ് മാറി. ഞാൻ ആ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലം മുഴുവൻ ഈ സ്ത്രീ എല്ലാ ആഴ്ചയും വന്ന് കർത്താവിനെ ആരാധിച്ച് കടക്കൽ ഭാഗത്ത് നിന്ന് അനേകം ആളുകളെ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ കൊണ്ടുവരുമായിരുന്നു. ആ ഭാഗത്ത് തന്നെ ഞങ്ങൾ പോയി പ്രാർത്ഥന നടത്തുമായിരുന്നു, കടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ഒറ്റ സ്ത്രീയിലൂടെയാണ് അതെല്ലാം സംഭവിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ബുദ്ധി കൊണ്ട് നമുക്ക് വിലയിരുത്താൻ പറ്റുമോ?
ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ? നോക്കി നിൽക്കെ സംഭവിക്കുന്ന മാറ്റങ്ങൾ ബുദ്ധി കൊണ്ട് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ അതുകൊണ്ട് ഈശോ പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ആർക്ക് വെളിപ്പെടുത്തി? ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, ധ്യാനകേന്ദ്രങ്ങളിൽ ആരെല്ലാം അത്ഭുതം പ്രാപിക്കുന്നു, ആ മനുഷ്യര് മുഴുവൻ ശിശു സഹജമായ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരാണ്. അതായത് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, ബെത്സേദ കുളത്തിന്റെ കരയിൽ 38 കൊല്ലമായി തളർന്നു കിടന്ന ഒരു മനുഷ്യൻ, 38 കൊല്ലമായി തളർന്നു കിടന്ന ഈ മനുഷ്യന്റെ രോഗക്കിടക്കയിലേക്ക് യേശു വന്നു. യേശു അവന്റെ തളർച്ചയിലേക്ക് വന്നിട്ട്, ശ്രദ്ധിക്കണേ, അവനോട് ചോദ്യം ഇതാണ്: സൗഖ്യം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നോ? എന്നാ ചോദ്യം ഇത്? കഴിഞ്ഞ 38 കൊല്ലമായിട്ട് ഇയാൾ ഇവിടെ കിടക്കുന്നത് ഇലക്ഷന് മത്സരിക്കാൻ വല്ലതാണോ ഇവിടെ കിടക്കുന്നത്? സൗഖ്യം കിട്ടാനാ? പിച്ചയെടുക്കാൻ കിടക്കൊന്നുമല്ല. 38 കൊല്ലമായിട്ട് ഈ മനുഷ്യൻ ഇവിടെ കിടക്കുന്നത് സൗഖ്യം കിട്ടാൻ. അവനോട് ചോദിക്കുകയാണ്, നിനക്ക് സുഖം വേണോന്ന്. അപ്പൊ അവൻ പറഞ്ഞു കേക്കണേ, അവൻ പറഞ്ഞു, എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. ചോദിച്ചെന്നാ നിനക്ക് സുഖപ്പെടണോ? അവൻ പറഞ്ഞെന്നാ? ആരും ഇല്ലെന്നേ, ഇറക്കാൻ ആരും ഇല്ലെന്നേ. മനസ്സിലായോ? തിരുവനന്തപുരത്തിനുള്ള ലാസ്റ്റ് വണ്ടി പോയോ? ഇപ്പൊ പറയാണ്, ഇപ്പൊ വിശക്കുന്നില്ല. ഇത് തമ്മി പൊരുത്തമില്ല. ഈ പറഞ്ഞ ചോദ്യം ഉത്തരവും തമ്മി ഒരു കണക്ഷൻ ഇല്ല, അല്ലേ? മോനെ പരീക്ഷയ്ക്ക് ജയിച്ചോടാ? അപ്പൊ അവൻ പറയാണ്, നല്ല കളിയായിരുന്നു. ഇത് തമ്മി കണക്ഷൻ ഇല്ല. ഈ പറഞ്ഞ ചോദ്യം ഉത്തരവും തമ്മി ബന്ധമില്ല. ചോദിച്ച ചോദ്യം എന്താ? വല്യപ്പാ, നിനക്ക് സുഖപ്പെടണോ? അവൻ പറയാണ്, കുളത്തിലിറക്കാൻ ആരുമില്ലെന്ന്. കേക്കണേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൾത്താരയിൽ നിന്നുകൊണ്ട് ഓരോ ധ്യാനത്തിലും കർത്താവ് ചോദിക്കുകയാണ്, നിന്റെ ക്യാൻസർ മാറ്റട്ടെ, നിന്റെ തളർച്ച ഞാൻ മാറ്റട്ടെ. കർത്താവ് പറയാണ്, നിന്റെ ഈ കടബാധ്യത ഞാൻ മാറ്റട്ടെ. നമ്മൾ പറയുകയാണ്, നമ്മളെന്നാ പറയുന്നത് അറിയാം, കർത്താവ് ലോൺ കിട്ടുന്നില്ല. നമ്മൾ പറയുകയാണ്, കർത്താവ് 4ാമത്തെ സ്റ്റേജ് കഴിഞ്ഞു. കേക്കണേ, ഇങ്ങോട്ട് നോക്കണം. വ്യാഴാഴ്ച വരെ ഇങ്ങോട്ട് നോക്കിയേ പറ്റൂ. നോ കോംപ്രമൈസ്, വേറെ ഒരു വഴിയില്ല. ഇങ്ങോട്ട് നോക്കിയേ പറ്റൂ. ഇങ്ങോട്ട് നോക്കൂ. അതായത് കർത്താവ് ചോദിക്കുമ്പോ ശരിക്കും ചിന്തിച്ച് എന്റെ പുറകെ വരണം, എന്റെ കൂടെ വരണം. കർത്താവ് ചോദിക്കുമ്പോ അവൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേ? കുളത്തിലിറക്കാൻ ആരുമില്ലെന്ന്. അവന്റെ മുമ്പിൽ സൗഖ്യപ്പെടാൻ ഒരൊറ്റ വഴിയേ ഈ ലോകത്തുള്ളൂ. എന്താ? കുളം. അവന് സൗഖ്യപ്പെടാൻ ലോകത്തൊരൊറ്റ വഴിയേ ഉള്ളൂ. എന്താണ്? കുളം. ഈ കുളവും കുളത്തിന്റെ കരയും ഈ വൻകരയും മുഴുവൻ ഉണ്ടാക്കിയ സർവശക്തൻ പ്രപഞ്ച വിധാതാവ് കുളത്തിന്റെ കരയിൽ നിന്നിട്ട് ചോദിക്കാനുണ്ടാ, നിനക്ക് സൗഖ്യം വേണോ? അവൻ പറയാണ്, കുളത്തിലിറക്കാൻ ആരുമില്ലെന്ന്. പ്രിയപ്പെട്ട സഹോദര സഹോദരി കേട്ടോണം, നിന്നെ കുളത്തിലിറക്കാതെ കട്ടിലും ചുമപ്പിച്ച് നിന്റെ വീട്ടിലെത്തിക്കാൻ പറ്റുന്നവനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് നീ വിശ്വസിച്ചാൽ നീ എഴുന്നേക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. നിന്നെ കുളത്തിലിറക്കാതെ നിന്റെ മുമ്പിൽ ഒരൊറ്റ വഴിയുള്ളൂ, അവന്റെ മുമ്പിൽ 10,000 വഴിയുണ്ട്. അപ്പോ നമ്മൾ ഏത് സാഹചര്യത്തെയും നമ്മൾ അനലൈസ് ചെയ്യുന്നത് നമ്മുടെ തല കൊണ്ടാണ്, നമ്മുടെ ബുദ്ധി കൊണ്ടാണ്. നമ്മൾ ഏത് സാഹചര്യത്തെയും നമ്മൾ വിലയിരുത്താൻ നമ്മുടെ ബുദ്ധി കൊണ്ടാണ്. നമ്മുടെ മുമ്പിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുന്ന, കർത്താവേ ഈ ലോൺ കിട്ടി, കടം വീട്ടണേ. എടാ കൊച്ചെ, നിന്നോട് ആരാ പറഞ്ഞേ ഈ ലോൺ കിട്ടിയാലേ നിന്റെ കടം വീഴത്തുള്ളെന്ന്? മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ തന്നെ വഴി അങ്ങ് പ്രപ്പോസ് ചെയ്യാണ്. കർത്താവിനെ അറിയാൻ പാടില്ലെങ്കിൽ ഇങ്ങനൊരു വഴിയുണ്ട് കർത്താവ്, ലോൺ കിട്ടി, ഇത് ശരിയാക്കാം. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ഇന്ന് 2 കരങ്ങളും ഉയർത്തി സ്തുതിച്ചേ. കർത്താവ് വലിയ കൃപ ചൊരിയും. നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ ഉച്ചത്തിൽ ഹല്ലേലൂയാ. ഉച്ചത്തിൽ സ്തുതിച്ചേ. യേശുവേ നന്ദി, നന്ദി, നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന, ആരാധന, ആരാധന. സ്തുതിച്ചേ, എല്ലാവരും സ്തുതിച്ചേ. സ്വരം ഉയർത്തി സ്തുതിച്ചേ. കർത്താവേ, കുഞ്ഞുങ്ങളുടെ വിശ്വാസം തരണമേ, ശിശു സഹജമായ വിശ്വാസം തരണമേ, ചോദ്യം ചെയ്യാതെ അനുസരിക്കാനുള്ള കൃപ തരണമേ. കർത്താവേ, ദൈവിക കാര്യങ്ങളെ ദൈവമേ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കാനുള്ള കൃപ തരണമേ, വിശ്വാസം തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ.
അപ്പോ യെശയ്യാ 6 പറയുകയാണ്, നോക്കണ്ട, ഒന്ന് നോക്കിയത് ഇങ്ങോട്ട് നോക്കിയോ. യെശയ്യാ 6, ഉസിയ രാജാവ് മരിച്ച വർഷം. ശ്രദ്ധിക്കണം, ഇത് ഉസിയ രാജാവ് മരിച്ചാലേ ദൈവത്തെ ആരാധിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ല. കാരണം അവനവൻ്റെ ആവശ്യമല്ലേ. ഏത് പ്രാർത്ഥിക്കാത്തവനും പ്രാർത്ഥിച്ചു, അവനവൻ്റെ ആവശ്യമല്ലേ. ഏത് പ്രാർത്ഥിക്കാത്തവനും പ്രാർത്ഥിക്കും. പക്ഷേ ദൈവാരാധന നടത്താൻ നിന്റെ ബുദ്ധിയുടെ കെട്ടഴിഞ്ഞാലേ പറ്റൂ. ഈ വ്യത്യാസം പിടികിട്ടിയോ? പ്രയർ ഈസ് വൺ തിങ് ആൻഡ് വേർഷിപ്പ് ഈസ് അനദർ തിങ്. പ്രാർത്ഥനയല്ല ആരാധന. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഒരു തെറ്റുമില്ല. നമ്മുടെ കാര്യങ്ങൾ നമ്മളല്ലാതെ നമ്മുടെ അപ്പനോട് വേറെ ആരും പറയാൻ പാടില്ല. അതുകൊണ്ട് അവനോൻ പറഞ്ഞോണം അവനോന് വേണ്ടത്. അതല്ല പ്രാർത്ഥന വേണ്ടെന്നല്ല, പ്രാർത്ഥിച്ചോണം. പക്ഷേ പ്രിയപ്പെട്ട മക്കളെ, കുടുംബങ്ങളുടെ കെട്ടഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഒത്തിരി പ്രാർത്ഥന നടക്കുന്നുണ്ട്, ആരാധന ഒരു തരി പോലും നടക്കുന്നില്ല. ഇത് കേട്ടോണം. ഞായറാഴ്ച ദിവസം പരിശുദ്ധ കുർബാനയ്ക്ക് പോയോ? അപ്പൊ പറയും വൈകിട്ട് വെട്ടുകാട് പോയി. എനിക്ക് വെട്ടുകാട് പള്ളിയോട് ഒരു വിരോധമില്ല. ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ടല്ലോ ആദ്യ വെള്ളിയാഴ്ച. എനിക്ക് ഒരു വിരോധമില്ല. വൈകിട്ട് വെട്ടുകാട് പള്ളിയിൽ പോയി അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് അവിടെയൊക്കെ നടന്ന് ക്രിസ്തുരാജന്റെ രൂപത്തിലേക്ക് ഒന്ന് തൊട്ട് ഞാനും പോന്ന, ഒരു വിരോധമില്ല. അത് നിന്റെ പ്രാർത്ഥന, നിന്റെ ഇടവക നടത്തുന്നത് നിന്റെ ആരാധന. രണ്ടും രണ്ടാണ്. പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ആരാധനയ്ക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. ശരിക്കും മനസ്സിലാക്കണം. പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഇങ്ങോട്ട് പിടിക്കുക, ആരാധനയ്ക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുക. പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് മോട്ടിവേഷൻ ഒന്നും വേണ്ട. ആരാധിക്കാൻ നല്ല ദൈവസ്നേഹം ഉണ്ടെങ്കിലേ പറ്റൂ. പ്രാർത്ഥിക്കാൻ മനുഷ്യന് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ജീവിക്കാനുള്ള ആഗ്രഹം മതി. ആരാധിക്കാൻ ദൈവകൃപ വേണം. ആരാധിക്കാതെ കെട്ടഴിയത്തില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. എന്തിനാ ഈ ഹല്ലേലൂയ പറയിക്കുന്നത്? എന്തിനാ ഇത്? ഹല്ലേലൂയ ഈസ് എ ഫോം ഓഫ് വർഷിപ്പ്. യോഹന്നാന്റെ വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, യോഹന്നാൻ പാത്മോസ് ദ്വീപിന്റെ അടിമത്തത്തിൽ കിടന്ന യോഹന്നാൻ കാണുകയാണ്, ചെറിയവരും വലിയവരുമായി നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പെരുവെള്ളത്തിന്റെ ഇരച്ചി പോലെ ജനക്കൂട്ടത്തിന്റെ ആരവം പോലെ വലിയൊരു സ്വരം ഞാൻ കേട്ടു. എന്താണ് സ്വരം? ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവാരാധനയുടെ സ്വരമാണ് ഹല്ലേലൂയ. അതിപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും പിന്നെ മലങ്കരക്കാരന് അത് പറഞ്ഞേ പറ്റൂ. കാരണം കുർബാനയ്ക്കിടയ്ക്ക് ഒരു 15 തവണ പറയുന്നുണ്ടത്. നീ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും നിന്നെ കൊണ്ട് പറയിപ്പിച്ചിരിക്കും. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഈ കുർബാനയ്ക്ക് വരുന്നവൻ ഇത് പറയാതെ നിവൃത്തിയില്ല. ബോധമില്ലാതെ നിൽക്കുന്നുണ്ട്, അറിയുന്നില്ലെന്നേ ഉള്ളൂ. വെളിവില്ലാതെ നിൽക്കുന്നുണ്ട്. ഉറങ്ങുവാന്നോ? ഇത്തിരി തണുപ്പൊക്കെ വന്നപ്പോഴത്തേന് അങ്ങ് ഉഷാറായില്ലേ? ഉറക്കം പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ ശ്രദ്ധിക്കുക, ബുദ്ധിയുടെ കെട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവുമെങ്കിലും ഒന്നുകൂടെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേരാണ് ചാൾസ് ഡ്യൂക്ക്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, ഈ അമേരിക്കക്കാരൻ ചന്ദ്ര ഉപരിതലത്തിലൂടെ 3 ദിവസം ബഹിരാകാശ പേടകത്തിൽ ഒഴുകി നടന്ന ആളാണ്. ചന്ദ്രോപരിതലത്തിലൂടെ 72 മണിക്കൂർ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജീവിച്ച ആളാണ്. അപ്പൊ ഈ മനുഷ്യൻ നാട്ടിലേക്ക് വരുമ്പോൾ ഹോളിവുഡ് താരങ്ങൾക്ക് കിട്ടുന്ന ആരാധനാ പരിവേഷത്തിന്റെ 10 ഇരട്ടി സെലിബ്രിറ്റി സ്റ്റേറ്റസിലേക്കാണ് ഈ മനുഷ്യൻ ചന്ദ്രയാനം കഴിഞ്ഞ് പറന്നിറങ്ങുന്നത്. അപ്പൊ അദ്ദേഹത്തെ ഒന്ന് കാണാൻ, തൊടാൻ, അദ്ദേഹത്തെ സ്പർശിക്കാൻ, അദ്ദേഹത്തിന്റെ ഓട്ടോഗ്രാഫ് വാങ്ങാൻ, അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കാൻ ആയിരങ്ങൾ 10,000 തിങ്ങി നിറയുന്ന ആരാധനാ പരിവേഷത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന കാലത്ത് ഈ മനുഷ്യൻ ചിന്തിച്ചു, ഇതുകൊണ്ടെല്ലാമായി, അംഗീകാരം കൊണ്ട്, പദവി കൊണ്ട്, സ്ഥാനമാനങ്ങൾ കൊണ്ട് എല്ലാമായി എന്ന് ചിന്തിച്ച് ഈ മനുഷ്യന് മാസങ്ങൾ കഴിയുമ്പോൾ പതുക്കെ ഒരു തിരിച്ചറിവുണ്ടായി, ഇതുകൊണ്ടൊന്നും കുടുംബം രക്ഷപ്പെടില്ല. ഭാര്യ 3 തവണ വിവാഹമോചനത്തിനൊരുങ്ങി, ആത്മഹത്യക്കൊരുങ്ങി. വിവാഹമോചനത്തിലേക്ക് കുടുംബം ഇങ്ങനെ വഴുതി പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പാടെ മനസ്സും ശരീരവും സ്വപ്നങ്ങളും തകർന്ന് നിരാശയിൽ അകപ്പെട്ട് ജീവിക്കുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു ചങ്ങാതി വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സുവിശേഷം കേൾക്കാൻ വരുന്നോ?
ജീവിതത്തിൽ ആദ്യമായി ചാൾസ് കൂപ്പർ എന്ന ഈ ശാസ്ത്രജ്ഞൻ സുവിശേഷം കേൾക്കാനായി ഒരു ഓഡിറ്റോറിയത്തിലേക്ക് പോയി. ഒരു മനുഷ്യൻ സുവിശേഷം പറയുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, റോമാലേഖനം 1-ാം തിരുവചനം, വിശ്വസിക്കുന്നവന് യഹൂദനോ ഗ്രീക്കുകാരനോ ആവട്ടെ സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. സുവിശേഷം കേട്ടാൽ രക്ഷപ്പെടും, അത് ഉറപ്പാണ്. കാരണം വചനത്തിന് മാത്രമേ രക്ഷിക്കാൻ പറ്റൂ. ദൈവം ഇന്ന് ഭൂമിയോട് ഇടപെടുന്നത് ദൈവവചനം വഴിയാണ്. കർത്താവ് പറയുന്നു, കർത്താവിന്റെ വചനമോ അവിടുത്തെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. തെറ്റ് പറ്റുന്നത് വചനം അറിയാത്തത് കൊണ്ടാണ്. വചനം അറിയുന്തോറും നമ്മൾ നല്ലതായിക്കൊണ്ടിരിക്കും, നേരെയായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ മനുഷ്യൻ വചനം കേൾക്കാൻ വേണ്ടി പോയി തിരുവചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച്, വചനത്തിന്റെ നിർമ്മല സത്യങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യൻ സ്റ്റേജിൽ നിന്ന് വിശദീകരിക്കുമ്പോൾ തോരാത്ത കണ്ണുനീരുമായി അദ്ദേഹം അത് കേട്ടിരുന്നു. ജീവിതത്തിൽ ആദ്യമായി സുവിശേഷം കേട്ട മനുഷ്യൻ, സുവിശേഷത്തിന്റെ മഴ അദ്ദേഹത്തിന്റെ ചങ്കിൽ പെയ്തിറങ്ങി. ഇടയ്ക്കിടെ അദ്ദേഹം ഭാര്യയെ നോക്കുമ്പോൾ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് കണ്ണു തുടയ്ക്കുന്നു. ഈ സുവിശേഷ യോഗത്തിന്റെ ഒടുവിൽ ഈ സുവിശേഷം പറഞ്ഞ ആള് കേട്ടിരുന്ന ആളുകളോട് പറഞ്ഞു, ജീവിതത്തിൽ ആദ്യമായി നിങ്ങൾ ആരെങ്കിലും സുവിശേഷം കേട്ടവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ മുൻപിലേക്ക് വിളിക്കുന്നു. കർത്താവായ യേശുവിനെ രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായി സ്വീകരിക്കാൻ താല്പര്യമുള്ളവർക്ക് മുൻപിലേക്ക് വരാം. 1-2 പേർ എഴുന്നേറ്റ് മുൻപിലേക്ക് വരുമ്പോൾ ചാൾസ് കൂപ്പർ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി. ഭർത്താവ് തന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ച് ഭാര്യ അദ്ദേഹത്തെ തന്നെ നോക്കിയിരിക്കുമ്പോൾ, കണ്ണും സംസാരിക്കുമ്പോൾ, സംസാരത്തിന്റെ അർത്ഥം രണ്ടുപേർക്കും ഗ്രഹിക്കാൻ പറ്റുമ്പോൾ ഭാര്യയുടെ കൈയും പിടിച്ചുകൊണ്ട് ഭർത്താവ് ഈ സ്റ്റേജിന്റെ, ഈ ഓഡിറ്റോറിയത്തിന്റെ ഒത്ത മധ്യത്തിലൂടെ ഈ മനുഷ്യൻ മുന്നിലേക്ക് വന്ന് ഏറ്റവും മുന്നിൽ വന്ന് നിന്ന് ശിരസ് നമിച്ച് ഈ മനുഷ്യൻ കണ്ണുനീരോടെ ഭാര്യയുടെ കൈയും പിടിച്ചുകൊണ്ട് പ്രകാരം ഏറ്റു പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തുവിനെ എൻ്റെ ശിഷ്ടകാല ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായി ഞാൻ ഏറ്റുപറയുന്നു. എൻ്റെ പാപങ്ങളെ ഓർത്ത് ഞാൻ അനുതപിക്കുന്നു. എൻ്റെ കുറ്റങ്ങളും കുറവുകളും യേശു കുരിശിൽ ഏറ്റെടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന് വേണ്ടി എൻ്റെ ശിഷ്ടകാലം ഞാൻ സമർപ്പിക്കുന്നു. യേശുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കുന്നു. ഇത് പറഞ്ഞ് കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ശാസ്ത്രജ്ഞനാണ് ചാൾസ് കൂപ്പർ. ഈ മനുഷ്യൻ എഴുതിയ ഒരു വരിയുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പ്രപഞ്ചത്തിലെ യാത്ര ചെയ്ത് എത്താൻ ഏറ്റവും ബദ്ധപ്പാടേറിയ ദൂരം, ഒരു മനുഷ്യന് യാത്ര ചെയ്ത് കടന്നെത്താൻ ഏറ്റവും ബദ്ധപ്പാടേറിയ ദൂരം, ക്രോസ് ചെയ്യാൻ ഏറ്റവും പ്രയാസമുള്ള ദൂരം ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം അല്ല, ഒരു മനുഷ്യന്റെ തലയിൽ നിന്ന് അവന്റെ ഹൃദയത്തിലേക്കുള്ള ദൂരമാണ്. ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് അവന്റെ ഹൃദയത്തിലേക്കുള്ള ദൂരമാണ് യാത്ര ചെയ്ത് കടക്കാൻ ഏറ്റവും പ്രയാസമേറിയ ദൂരം. വിശ്വാസിക്ക് ഇന്ന് ദൈവശക്തി വെളിപ്പെട്ട് കിട്ടാത്തതിൻ്റെ കാരണം ബുദ്ധിയുടെ കെട്ടാണ്. ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ഉസിയ രാജാവ് മരിക്കണം. ഒരു കാര്യം കൂടി ആ ഭാഗത്ത് നിന്ന് കണ്ടിട്ട് നമ്മൾ മലാക്കി പ്രവചനത്തിൽ കർത്താവ് ദൈവാരാധനയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗത്തിലേക്ക് പോവുകയാണ്. യെശയ്യാ 6 ഒരു ചെറിയ കാര്യം കൂടി ഒന്ന് ഓർത്തിട്ട് പെട്ടെന്ന് നമുക്ക് മലാഖിയിലേക്ക് പോവാം. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, ഉസിയ രാജാവ് മരിച്ച വർഷം യെശയ്യായ്ക്ക് കർത്താവിൻ്റെ ദർശനം ഉണ്ടായി. ശ്രദ്ധിച്ചു കേൾക്കുക. എല്ലാവരും വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് എന്നെ ശ്രദ്ധിച്ചോളുക. ഉസിയ, അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. കേൾക്കണേ, ചോദ്യമുണ്ട്. അവയ്ക്ക് 6 ചിറകുകൾ വീതം ഉണ്ടായിരുന്നു. സെറാഫിന് എത്ര ചിറക്? 6 ചിറക്. 2 ചിറക് കൊണ്ട് മുഖവും 2 കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എനിക്ക് 2 കാര്യങ്ങൾ അതിൽ നിന്ന് പറയാനുണ്ട്, ശ്രദ്ധിക്കുക. ഒന്നാമത്തേത്, സെറാഫിന്റെ ചിറക് 6 അതിലെ 2 ചിറക് കൊണ്ട് അവ മുഖം മൂടി, 2 ചിറക് കൊണ്ട് അവ പാദം മൂടി, 2 ചിറക് കൊണ്ട് പറന്നു. ശ്രദ്ധിക്കുക, 2 ചിറക് കൊണ്ട് പറന്നു എന്ന് പറഞ്ഞാൽ സെറാഫുകൾ അവരുടെ 2 ചിറകുകൾ ജോലി ചെയ്യാൻ ഉപയോഗിച്ചു. 2 ചിറക് കൊണ്ട് പറന്നു എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാൻ 2 ചിറകുകൾ ഉപയോഗിച്ചു. ഇനി ബാക്കി 4 ചിറക് കൊണ്ട് അവർ മുഖവും പാദവും മൂടി എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തിന്റെ പരിശുദ്ധിയെ ആരാധിച്ചു. അപ്പോൾ പ്രപ്പോർഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം.
ജോലി ചെയ്യാൻ എടുക്കുന്ന സമയത്തിൻ്റെ ഇരട്ടി സമയമാണ് ദൈവത്തെ ആരാധിക്കാൻ എടുക്കേണ്ടത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായല്ലോ? ബാക്കി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ എന്തുമാത്രം എടുക്കുന്നെന്ന് ചിന്തിച്ചാൽ മതി. ഇനി പ്രാക്ടിക്കലായിട്ട് ഒരു മനുഷ്യനത് ചെയ്യാൻ പറ്റുമോ? ആത്മാവിൽ വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവർ കുഞ്ഞാട് പോകുന്നിടത്തെല്ലാം അവൻ്റെ പിന്നാലെ പോകുന്ന ആളുകളാണ്. അവർ കുഞ്ഞാടിനെ അവൻ പോകുന്നിടത്തെല്ലാം അനുഗമിച്ചു. അവർ കുഞ്ഞാടിന് വേണ്ടി ഒരു പുതിയ ഗീതം ആലപിച്ചു. ആ ഗീതം പഠിക്കാൻ വേറെ ആർക്കും പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ അത് ദൈവത്തെ ആരാധിക്കുന്നവൻ്റെ ആത്മാവിനെ കുറിച്ച് പറയുകയാണ്. അവൻ്റെ ആത്മാവിൽ എപ്പോഴും കുഞ്ഞാടിന് വേണ്ടി ഗീതങ്ങൾ ആലപിച്ചുകൊണ്ടേയിരിക്കും. ഏത് ജോലി ചെയ്യുമ്പോഴും, എവിടെ ആയിരിക്കുമ്പോഴും, ഏത് തിരക്കിലായിരിക്കുമ്പോഴും ആത്മാവ് പ്രാർത്ഥിച്ചും ആരാധിച്ചും ഇരിക്കുന്ന അവസ്ഥയാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ സാധാരണക്കാരാണ്. മിനിമം 1 മണിക്കൂറെങ്കിലും ദൈവത്തെ ആരാധിക്കണ്ടേ? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെല്ലാം അതവിടെ നിൽക്കട്ടെ. പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഞാൻ കഴിഞ്ഞ 11 വർഷത്തെ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തെ ആരാധിക്കാതെ ദൈവശക്തി ഇറങ്ങില്ല. അത് പരിശുദ്ധ കുർബാനയിലാണെങ്കിലും വ്യക്തിപരമായ ദൈവാരാധനയിലാണെങ്കിലും ഒരു വ്യക്തി ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കാതെ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അതിൻ്റെ കാരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി അങ്ങ് പോവാം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ 100-ാമത്തെ സങ്കീർത്തനത്തിൽ കാണുന്നുണ്ട്. 100-ാമത്തെ സങ്കീർത്തനം, 100-ാം സങ്കീർത്തനം 4-ാം വാക്യം. 100-ാം സങ്കീർത്തനം 4-ാം വാക്യം കേട്ടെ. കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. കേട്ടെ, ഇങ്ങോട്ട് നോക്കിയേ. കൃതജ്ഞതാ ഗീതം ആലപിച്ചുകൊണ്ട് അവിടുത്തെ കവാടങ്ങൾ, ദൈവത്തിൻ്റെ സിംഹാസനം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് മുൻപിലുള്ള കവാടങ്ങൾ കടക്കണമെങ്കിൽ, അങ്കണത്തിൽ പ്രവേശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൃതജ്ഞതാ ഗീതം വേണം, സ്തുതികൾ ആലപിക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്കുള്ള ആക്സസ്, എൻട്രി, പ്രവേശനം ഉണ്ടാവണമെങ്കിൽ കൃതജ്ഞതാ ഗീതങ്ങളോടെ സ്തുതികൾ ആലപിച്ചുകൊണ്ട് വേണം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് കയറാൻ. അല്ലാതെ ഏതെല്ലാം ടെക്നിക്ക് കാണിച്ചാലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒരു വ്യക്തി എത്തില്ല. നീ ആയിരിക്കുന്ന വീട്ടിലേക്ക് ദൈവത്തിൻ്റെ പവർ ഇറങ്ങണോ? വേറെ ഒരു വഴിയില്ല. വെറുതെ ഇരുന്ന് ആരാധിക്കുക. ഒന്നും പറയണ്ട, ഒരാവശ്യം പോലും പറയണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോജു സാർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഞാൻ ഒരു എക്സ്പീരിയൻസ് പറയാം. മരിയൻ കോളേജിലെ കുട്ടികൾക്ക് ജോജു സാർ മരിയ റാണിയിൽ വെച്ചിട്ട് ഒരു ധ്യാനം നടത്തുകയാണ്. അപ്പം ഞങ്ങൾക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് സാറ് തന്നെ പോയി ധ്യാനം നടത്തുകയാണ്. അപ്പോൾ സാറ് പറഞ്ഞു, അച്ഛാ 1 മണിക്കൂറിലും ഒന്ന് വരണേ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ കൂടെയുള്ള 3-4 ശുശ്രൂഷകർ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ മരിയ റാണിയിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ തിരുവനന്തപുരത്ത് നമുക്ക് അത്യാവശ്യം വഴികളൊക്കെ ഒത്തിരി വർഷമായില്ല ഇവിടെ താമസിക്കാൻ തുടങ്ങി. വഴിയെല്ലാം അറിയാം, പക്ഷേ പോകുന്ന വഴിക്കെല്ലാം വഴി തെറ്റുകയാണ്. പോകേണ്ടടുത്തല്ല ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി പോകുന്ന വഴിക്കെല്ലാം വഴി ബ്ലോക്ക്. അവിടെ എത്താൻ പറ്റുക നട്ടുച്ച സമയത്ത് അങ്ങനെ തിരക്കുള്ള സമയമൊന്നുമല്ല. തടി ലോറികൾ മുമ്പിൽ വരുന്നു, അതുപോലെ വലിയ ടാങ്കർ ലോറികൾ മുമ്പിൽ വരുന്നു. വണ്ടി പോകുന്നില്ല മുന്നോട്ട്. വണ്ടി ഓടിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പറയണം, അച്ഛാ ഇത് സാധാരണ ബ്ലോക്കല്ല, ഇത് പിശാച് ബ്ലോക്ക് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിക്കകത്തിരുന്ന 4-5 പേരൂടെ ചേർന്ന് ഒന്നും വേറെ അവിടെ വാക്കുകളൊന്നുമില്ല, അറിയാവുന്ന സ്വരത്തിലും ശബ്ദത്തിലും ഉച്ചത്തിൽ ദൈവത്തെ ഇങ്ങനെ സ്തുതിക്കാൻ തുടങ്ങി. ഒരുത്തൻ കേട്ടാൽ ഇവന്മാർക്ക് വട്ടാൻ തോന്നും. നിങ്ങൾ കേട്ടോണം, ഒരുത്തരിത് കേട്ടാൽ ഇവന്മാർക്ക് തനി കീർക്കാൻ തോന്നും. കാരണം അതുപോലാണ് അത്. വേറെ ആരെയും നോക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ദൈവത്തെ അങ്ങ് സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കണം. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വഴി തുറന്ന് അപ്പം ഞങ്ങൾ ഏതാണ്ട് ഒരു 1/4 മണിക്കൂർ ഈ റോട്ടിൽ കിടന്ന് ഇങ്ങനെ ദൈവത്തെ വണ്ടിക്കകത്തിരുന്ന് സ്തുതിച്ച് അക്ഷരങ്ങൾ, വാക്കുകൾ അക്ഷരങ്ങളായി, അക്ഷരങ്ങൾ സ്വരമായി. അത് ഒന്നിനും മീനിങ് ഒന്നുമില്ല. ഹൃദയത്തിൽ ദൈവത്തെ സ്തുതിക്കുകയാണെന്നൊരു ബോധമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ സ്തുതിച്ച് കോളേജിൽ ചെന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷണങ്ങളൊന്നുമില്ല. ഞാനൊരു 15 മിനിറ്റ് വർത്താനം പറഞ്ഞു. എൻ്റെ കൂടെയുള്ള 2 സഹോദരങ്ങൾ ഒരു 15 മിനിറ്റ് ഒരു 10 മിനിറ്റ് വീതം സംസാരിച്ചു. അതിനുശേഷം എല്ലാവരും എഴുന്നേൽപ്പിച്ച് നിർത്തി പ്രാർത്ഥിച്ച് ശക്തമായിട്ട് സ്തുതിക്കാൻ പറഞ്ഞ് ബന്ധിച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാർ ഉപയോഗിച്ച വാക്ക് ഞാൻ പറയാം. സാറ് പറയുകയാണ്, അച്ഛാ ഇതാണ് മെറ്റാമോർഫോസിസ് എന്നോട് പറഞ്ഞ വാക്കാണ് എന്ന് പറഞ്ഞാൽ അത്രയും നേരം സാർ അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യായിരുന്നു ഇവന്മാരെ ഒന്ന് കൈകാര്യം ചെയ്യാനായിട്ട്. ഈ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് ഇവന്മാരുടെ അന്തരീക്ഷം മുഴുവൻ മാറിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പിന്നെ അതുങ്ങൾ അവിടെ ഇരിക്കുന്നത്.
ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ, ഞാൻ പടിയിൽ ഇറങ്ങുമ്പോൾ ഒരുത്തം വന്ന് എൻ്റെ വയറെ ചുറ്റി പിടിച്ചിട്ട് പറഞ്ഞു, ഞാനും വരൂ, എന്നെ കൊണ്ടുപോകും, ഞാനും വരിക. അച്ഛൻ പറഞ്ഞു, അവനാണ് ഏറ്റവും കൂടുതൽ അവിടെ പ്രശ്നം ഉണ്ടാക്കി. സാറ് പറഞ്ഞു, അവനാണ് ഏറ്റവും കൂടുതൽ അവിടെ പ്രശ്നം ഉണ്ടാക്കി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്താ സംഭവിക്കുന്നത്? ആരുടെയെങ്കിലും കപ്പാസിറ്റി ആണോ? ഒരു മനുഷ്യന്റെ കഴിവാണോ? അല്ല. മറിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ അപ്പം തന്നെ ദൈവത്തിന്റെ പവർ ഇറങ്ങും. അതുകൊണ്ടാണ് സ്തുതിക്കുന്ന സ്ഥലങ്ങളിലെ അത്ഭുതം നടക്കുന്നുള്ളൂ. നിങ്ങളത് ശ്രദ്ധിച്ചോണം. മിണ്ടാതെ പോകുന്ന സ്ഥലങ്ങളിലൊന്നും നടക്കുന്നില്ല. അല്ല, വായു ഒന്നും വാക്ക് ഞാൻ പറയുന്നില്ല, ഒന്നും നടക്കുന്നില്ല. കെട്ടഴിയുന്നത് ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലങ്ങളിലുള്ള ഏറ്റവും ശക്തമായ ദൈവാരാധനയാണ് പരിശുദ്ധ കുർബാന. നീ ചങ്ക് പൊട്ടി കരഞ്ഞ് പരിശുദ്ധ കുർബാനയ്ക്ക് നിന്ന് ദൈവത്തെ ആരാധിക്കുക. അവിടെ കൂടുതൽ നമ്മുടെ അപേക്ഷകൾ, ആവശ്യങ്ങളൊന്നും പറയാൻ സ്കോപ്പൊന്നുമില്ല. പ്രത്യേകിച്ച് മലങ്കര കുർബാനയിലില്ല. ബോധപൂർവമാണ് പിതാക്കന്മാർ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിന്റെ കാരണം, ഈ 1 മണിക്കൂർ നീ കൂടുതലൊന്നും നീ ആപ്ലിക്കേഷൻ ഒന്നും കൊടുത്ത്, അപേക്ഷയൊക്കെ കൊടുത്ത് ഇനി കാത്തു നിൽക്കേണ്ട. നീ ദൈവത്തെ ആരാധിച്ചാൽ മതി, ദൈവശക്തി ഇറങ്ങിക്കോളും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ചുറ്റി പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ഇന്ത്യക്ക് വെളിയിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ, ഒരു മലങ്കര പള്ളിയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായതിൻ്റെ കാരണം, മലങ്കര കമ്മ്യൂണിറ്റി ഉണ്ട്, മലങ്കര കുർബാന ചൊല്ലാം. അപ്പോൾ അതൊക്കെയാണ് ഈ പാവപ്പെട്ട മനുഷ്യരുടെ സന്തോഷം. അപ്പോൾ അങ്ങനെ കുർബാനയ്ക്ക് ഞാൻ ആദ്യത്തെ ബലിയർപ്പിക്കുകയാണ്. നല്ല കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവർ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു ഗ്രൂപ്പാണ്. കുറച്ച് പേരെ ഉള്ളെങ്കിൽ എല്ലാവരും ഉറക്കെ പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന, ഒത്തിരി സ്റ്റാൻഡേർഡും അന്തസ്സുള്ള ആളുകളൊന്നുമില്ല. എല്ലാം ജീവിക്കാൻ വേണ്ടി വന്ന ആളുകളാണ്. അതുകൊണ്ട് എല്ലാവരും അങ്ങ് ഉള്ളിൽ തറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ്. ഈ അന്തസ് കൂടുമ്പോഴല്ലേ പിന്നെ വാ തുറക്കാത്ത, പോട്ട് നീ ആവശ്യമില്ലാതെ എന്തിനാ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഏതായാലും ഇതുങ്ങൾ നല്ല പ്രാർത്ഥന. ഇപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്കാണ് മനസ്സുള്ളിൽ തട്ടി ബലിയർപ്പിക്കാൻ പറ്റി. അപ്പം ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. ഞാനിങ്ങനെ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ, നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ കേൾക്കുകയാണ് ഈ എല്ലാവരുടെയും സ്വരത്തിൻ്റെ മേളിൽ ഒരു സ്വരം, കാരുണ്യവാനായ കർത്താവേ, അങ്ങ് മേളിൽ ഒരു സ്വരം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, നമ്മുടെ ജാതിയിൽപ്പെട്ട ഏതോ ഒരുത്തൻ ഇവിടെ ഉണ്ട്. എനിക്ക് സന്തോഷമായി. കാരണം നല്ല ഉച്ചത്തിലാണ് മറുപടിയൊക്കെ വരുന്നത്. അങ്ങനെ ഒരു മിണ്ടിപ്പോയാൽ വല്ലതൊക്കെ താഴെ വീണ് പോകുമെന്ന് പേടിച്ചൊന്നുമല്ല, നല്ല ഉച്ചത്തിലാണ് ഇത് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ എൻ്റെ മാക്സിമം ഊളിയം എടുത്ത് ഞാൻ ഉറക്കെ ചൊല്ലി. ഈ മനുഷ്യൻ എന്നെ തോൽപ്പിക്കുന്ന ഊളിയമാണ് അദ്ദേഹത്തിൻ്റെ. ഇത് ഭയങ്കര ഉച്ചത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ വിചാരിച്ചു, ദൈവമേ, സന്തോഷമായി. പിറ്റേ ദിവസം പരിശുദ്ധ കുർബാനയ്ക്ക് ഈ മനുഷ്യൻ അൾത്താരെ നിൽക്കുകയാണ്. അൾത്താരെ നിന്നിട്ട് ലേഖനം വായിക്കുമ്പോൾ ആ മനുഷ്യന് ലേഖനം വായിച്ച് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. പൗലോസ്ലീഹായുടെ ലേഖനം വായിച്ചിട്ട് അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. കരഞ്ഞുകൊണ്ട് ഇത് വായിച്ചു നിർത്തുകയാണ്. എന്ന് പറഞ്ഞാൽ വായിക്കുന്ന ഓരോ വാക്കിൻ്റെയും അർത്ഥം മനസ്സിലാക്കി വായിച്ചാൽ പരിശുദ്ധ കുർബാനയ്ക്ക് നിനക്ക് കണ്ണു നിറയാതെ പ്രാർത്ഥന നിർത്താൻ പറ്റത്തില്ല. ഇത് ഒരു ബോധവും വെളിവില്ലാതെ വരണ്ട് നിൽക്കുന്നതിൻ്റെ കാരണം ഇതൊന്നും പിടികിട്ടിയിട്ടില്ല. ഒന്നാമത് ഇതൊന്നും മനസ്സിലാക്കാതെ പറഞ്ഞു, ഇത് ഭയങ്കര എന്തുവാ ഇത് വല്ലതും മനസ്സിലാവും. എടാ, ബയോളജിയും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ഒക്കെ നീ പഠിച്ചില്ലയോ? നിനക്ക് അത് പഠിക്കാൻ ബുദ്ധി ഉണ്ടായിരുന്നല്ലോ. PhD എടുക്കാൻ നിനക്ക് ബുദ്ധിയുണ്ട്. ഇത് മനസ്സിലാക്കാനാണ് ബുദ്ധിയില്ലാത്തത്. മനസ്സിലായില്ല? അതുകൊണ്ട് ആ വിഷയമൊന്നും പറയണ്ട. അത് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ പിണങ്ങും. അതുകൊണ്ട് അത് പറയണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതായാലും ഇത് മനസ്സിലാവുന്നില്ലെന്നാണ് പറയുന്നത്. മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. അപ്പോൾ ഇയാൾ നിന്ന് അത് കഴിഞ്ഞിട്ട് എനിക്ക് ദൈവമേ, ഇത്രയും സന്തോഷം വന്ന ഒരു സന്ദർഭം വേറെയില്ല. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം. അത് സാധാരണഗതിയിൽ പള്ളിയിൽ നിൽക്കുന്ന അധികം പേർക്കൊന്നും അത് എപ്പോഴാന്ന് പോലും അറിയത്തില്ല. പരിശുദ്ധാത്മാവ് വന്നോന്നോ ഇനി വരുമോന്നോ ഒന്നും അറിയാൻ പാടില്ല. ഞാൻ എൻ്റെ കാര്യം പറയാം, നിങ്ങളുടെ കാര്യമല്ല. ഉഗാണ്ടയിലെ ചില ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അതിൻ്റെ പേര് എന്നോട് പണങ്ങുകയും ചെയ്യേണ്ട. ബോധമില്ലാതെ നിൽക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇനി വരുന്നുണ്ടോ എന്ന് തന്നെ അറിയാൻ പാടില്ല. വന്ന് കാണും, വന്നാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. ഏതായാലും ഈ മനുഷ്യൻ ആ മലങ്കര കുർബാനയിൽ ഉണ്ട്. ബാറക്കുമോർ, എൻ്റെ വാത്സല്യമുള്ളവരെ, സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടെ ഇറങ്ങി സമർപ്പിതമായ ദിവ്യരഹസ്യങ്ങൾ എന്ന് പറയുന്ന പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഈ മനുഷ്യൻ അത് ചൊല്ലുന്നത് കേട്ടാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് ഇയാൾ കാണുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ദിവ്യരഹസ്യങ്ങളുടെ മേൽ ആവസിക്കുന്നത് ഈ മനുഷ്യൻ കാണുന്നത് പോലാണ് അയാൾ ഇത് ചൊല്ലുന്നത്. നിങ്ങൾക്ക് തിരക്കുണ്ടോ ഇന്ന് പോവാൻ? 9 മണിക്ക് വിടാം, 9 മണിക്ക് വിടാം കേട്ടോ. പകുതി പോലും ആയില്ല, കാൽഭാഗം പോലും ആയില്ല ഇന്നത്തെ വിഷയം. അപ്പൊ ഈ മനുഷ്യൻ
ഇത് എനിക്കാണ് ദൈവമേ എൻ്റെ ചങ്ക് പൊട്ടുന്ന കരച്ചിലും സന്തോഷവും എല്ലാം എനിക്ക് വരുന്നുണ്ട് ഈ മനുഷ്യൻ്റെ ഈ പ്രാർത്ഥന കേട്ട്. ഞാനും അപ്പോൾ നമ്മൾ ആ മനുഷ്യൻ കൊണ്ടുപോകുന്ന ലെവലിൽ ഞാനും കയറുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്നാ വിചാരിക്കുന്നത്? ഇത് നമ്മൾ ഒരുത്തൻ പള്ളിയിൽ നിന്ന് നല്ല വെള്ളയൊക്കെ വരുന്നു, നല്ല ആചാരഭാഗവും നല്ലൊരു മനുഷ്യൻ കണ്ടാൽ കൊള്ളാം, നോക്കാൻ തോന്നും. അങ്ങനെ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ വന്നു നിന്നിട്ട് ഇങ്ങനെ ഉച്ചത്തിൽ വാവിട്ട് കരഞ്ഞ് ഒരു പൊട്ടനെ പോലെ കരഞ്ഞൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾ എന്നാ തോന്നും? നമ്മൾ വല്ല ഗതികേടുകാരനായിരിക്കും അല്ലേ? ഇവിടെ കടം കയറി മുടിഞ്ഞ് നാശമായി അവൻ ഇനി ഒരു രക്ഷയേ ഇല്ലാതെ കടന്ന് ദൈവമേ സഹായിക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെയല്ലേ വിചാരിക്കും? ഇവൻ വല്ല ഗതികേടിൻ്റെ അങ്ങേയറ്റത്തുനിന്നും വന്നവൻ, ഇവൻ നിവൃത്തിയില്ലാതെ ആത്മഹത്യയുടെ മുമ്പിൽ നിൽക്കുന്നവൻ, അല്ലെങ്കിൽ ഇങ്ങനെ വല്ലതും കരയോ വല്ലവൻ പള്ളിയിൽ നിന്ന്. നമ്മളങ്ങനെയല്ലേ വിചാരിക്കൂ? അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഇയാൾ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അച്ചോ ഒരു സന്തോഷ വാർത്തയുണ്ട്, എൻ്റെ 5ാമത്തെ കുഞ്ഞ് ജനിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ ഗതികേടുകാരൻ 5ാമത്തെ കുഞ്ഞു? എൻ്റെ മനസ്സിൽ ഞാൻ തോന്നുകയാണ്, തെറ്റാണ്, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഏതായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം ഞാൻ നമ്മൾ സാധാരണ മലയാളിയല്ലേ, സാധാരണ മലയാളിയോട് കുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാ പറയുന്നത്? എന്നാ ചോദിക്കുന്നേ? കുഞ്ഞുണ്ടായി എന്ന് പറയുമ്പോൾ എന്നാ ചോദിക്കുന്നേ? നല്ല കറുത്താണോ അങ്ങനെയാണോ ചോദിക്കുന്നത്? അല്ലല്ല, നമ്മൾ എന്നാ ചോദിക്കുന്നത്? ആണാണോ പെണ്ണാണോ? നമ്മളൊരു ആവറേജ് മലയാളിയാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ ആണാണോ പെണ്ണാണോ? അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു സെക്കൻഡ്, അത് ചേട്ടൻ്റെ 5ാമത്തെ കുഞ്ഞാണോ അത് വേറെ വല്ലവരുടെയും കുഞ്ഞ്? ഈ ആരുടെ കാര്യം പറഞ്ഞേ? അപ്പോൾ പറഞ്ഞു എൻ്റെ കുഞ്ഞാണ്. ഞാൻ പറഞ്ഞു, ഈ രണ്ടും കൂടെ പറയല്ലേ. എടാ, ചേട്ടൻ്റെ കുഞ്ഞാണെങ്കിൽ ചേട്ടൻ അറിയത്തില്ല 5ാമത്തെ കുഞ്ഞാണാണോ പെണ്ണാണോ? അത് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറയുകയാണ്, അച്ചു എനിക്ക് ജീവിതത്തിൽ ഒരു പോളിസി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, എൻ്റെ 5 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴും ഞാൻ ആശുപത്രിയിൽ പോയി കുഞ്ഞിനെ കാണുകയോ കുഞ്ഞിനെക്കുറിച്ച് തിരക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ കർത്താവിൻ്റെ ആലയത്തിൽ വന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ച് ദൈവം തമ്പുരാന് നന്ദി പറഞ്ഞിട്ടേ ഞാൻ എൻ്റെ 4 മക്കളെയും കണ്ടിട്ടുള്ളൂ, 5ാമത്തേനെ കാണത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഈ മനുഷ്യനോടുണ്ടായ ബഹുമാനം ഉണ്ടല്ലോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു, ഈ നാളെ വരുമ്പോൾ എന്നെ ഒന്ന് കാണണേ എന്ന് പറഞ്ഞു. കാരണം ഇയാൾ കൊള്ളാം, നമ്മൾ ശിഷ്യപ്പെടാൻ പറ്റിയ ആളാണ് ഇയാൾ, നല്ല ആളാണ്. കുർബാന കഴിഞ്ഞ്, വിശുദ്ധ കുർബാന കഴിഞ്ഞ് നാം നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ മനുഷ്യൻ പള്ളിയുടെ ഒത്ത നടുക്ക് സാഷ്ടാംഗം പ്രണമിച്ച് കിടന്ന്, എല്ലാവരും പോയി കഴിയുമ്പോൾ അവിടെ ഒത്ത നടുക്ക് കിടന്ന് കരഞ്ഞ് തമ്പുരാന് നന്ദി പറയുന്നു. നമ്മൾ എന്നാ വിചാരിക്കുന്നത്? ഇവൻ ഭൂലോക ഗതികേടുകാരനായിരിക്കും. അവസാനം ചോദിച്ചു പറഞ്ഞു വന്നപ്പോഴാണ്, ആ പള്ളി വരുന്ന ഏറ്റവും വലിയ കോടീശ്വരൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായോ? അയാൾ എന്നോട് പറഞ്ഞു, എൻ്റെ മക്കൾക്ക് ഒരു പീസ് ബ്രെഡ് വാങ്ങിച്ചു കൊടുക്കാൻ, എൻ്റെ മൂത്ത കൊച്ചിന് കൊടുക്കാൻ നിവർത്തിയില്ലാതെ ഞാൻ ഇതിലെ നട്ടം തിരിഞ്ഞ കാലത്ത് പള്ളി വരും. ഇലക്ട്രീഷ്യൻ്റെ വിസായിൽ ഒരച്ഛൻ വന്ന് താമസിക്കുന്നുണ്ട്. അച്ഛൻ്റെ വിസായി വരാൻ പറ്റത്തില്ല അന്ന്. അച്ഛനപ്പോൾ അതുകൊണ്ട് പുറത്തിറങ്ങാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് അച്ഛൻ താമസിക്കുന്ന സ്ഥലത്ത് അച്ഛന് 3 നേരവും ഭക്ഷണം കൊണ്ട് കൊടുക്കും. എന്നിട്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞ് രാത്രി അത്താഴവും കൊണ്ട് വന്നിട്ട് അച്ഛന് ഭക്ഷണം കൊണ്ട് കൊടുത്തിട്ട് പള്ളി മുഴുവൻ തൂക്കും. ഒരൊറ്റ പൊടി കിടക്കാൻ പാടില്ല, എനിക്ക് നിർബന്ധമാണ്. ആ മനുഷ്യൻ പറയുകയാണ്, എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി ആൾക്കാരെ എല്ലാം തുടച്ചിട്ട് പുരോഹിതൻ മലങ്കര കുർബാനയ്ക്ക് പുരോഹിതൻ ചവിട്ടി നിന്ന് പ്രാർത്ഥിക്കുന്ന ബലിപീഠത്തിൻ്റെ താഴെയുള്ള പടിയുടെ പേരാണ് ദർഗ. ആ ദർഗായിൽ തലവെച്ച് കിടന്ന് ഞാൻ കരയും, ദൈവമേ ഒന്നുമില്ലാത്തവനാ, ദൈവമേ നീ പരിശുദ്ധനാ, നീ സർവശക്തനാ. ദൈവത്തെ സ്തുതിക്കും, ദൈവത്തെ ആരാധിക്കും, ദൈവസന്നിധി കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. ആ മനുഷ്യൻ പറഞ്ഞു, ദൈവം എനിക്ക് ഞാൻ സങ്കല്പിക്കുന്നതിനേക്കാൾ കൂടുതൽ തന്നു. ഇല്ലാത്ത കാലത്ത് എന്നെ സഹായിച്ച ദൈവത്തെ എല്ലാം ഉണ്ടായ കാലത്ത് ഞാൻ മറക്കണോ വെച്ചാ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് പറയുന്നത് ദൈവം തമ്പുരാനെ ആരാധിക്കാൻ നിനക്കൊരു ലജ്ജ തോന്നരുത്. നിന്നെ അങ്ങനെ തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കുന്നവന്റെ പേര് ലജ്ജയുടെ ദുരാത്മാവെന്നാണ്. ലജ്ജയുടെ പിശാച്, ദുരഭിമാനത്തിന്റെ പിശാച്. ആരാണ് ദൈവത്തെ ഏറ്റവും കൂടുതൽ ആരാധിക്കേണ്ടതെന്നറിയാമോ? ഏറ്റവും കൂടുതൽ ദൈവം അനുഗ്രഹിച്ച ഇടവകയിലുള്ളവൻ ഏറ്റവും മുമ്പിൽ നിന്ന് ദൈവത്തെ ആരാധിക്കണം. ഞാൻ കുടുംബൻ പള്ളിയിൽ വികാരിയായിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ട്രസ്റ്റി, അദ്ദേഹം ഡയറ്റിലെ അധ്യാപകനായിരുന്നു. അദ്ദേഹം നല്ല ബുദ്ധിയുള്ള ആളാണ്, നല്ല 1-ാം തരം എഴുത്തും വായന അറിയാവുന്ന നല്ല ബുദ്ധിയുള്ള ആളാണ്. ഞാൻ ആ കമ്മിറ്റിക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറഞ്ഞു, ഞാൻ പള്ളിയിൽ ഒരു കാര്യം പറയും, പള്ളി പബ്ലിക്കായിട്ട് ഞാൻ അനൗൺസ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഒരു പള്ളിയിൽ ഏറ്റവും മുമ്പിൽ നിന്ന് കുർബാന പുസ്തകം പിടിച്ചും കൈകൂപ്പിയും ദൈവത്തെ ആരാധിക്കേണ്ടത് ആരാന്നറിയാം? ആ പള്ളിയിലെ ട്രസ്റ്റി, ആ പള്ളിയിലെ സെക്രട്ടറി, ആ പള്ളിയിലെ കമ്മിറ്റിക്കാർ. അതാണ് ചെയ്യേണ്ടത്.
ഒരു പള്ളിയിൽ ദൈവത്തെ ആദ്യം ആരാധിക്കേണ്ട, അത് കാണിച്ചു കൊടുക്കേണ്ട ആരാ? പള്ളിയിലെ ഭാരവാഹികൾ, സൺഡേ സ്കൂൾ അധ്യാപകർ, ഒരു പള്ളിയിലെ അവരാണ് ദൈവത്തെ ആരാധിച്ച് കാണിച്ചു കൊടുക്കേണ്ടത്. പള്ളി കമ്മിറ്റി ഓഫീസിൽ ആ സമയം ഞാൻ പറഞ്ഞു, പള്ളിയിൽ ഒരു പ്രാർത്ഥന ആരംഭിച്ചാൽ പള്ളിയുടെ ഓഫീസ് അടച്ചിരിക്കണം. പിന്നെ ഒരു ബിസിനസ്സും പള്ളിയിലില്ല. കച്ചവടം എല്ലാം പിന്നെ കഴിഞ്ഞ്, അത് കഴിഞ്ഞ് കിട്ടുന്ന മതി നമുക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ഈ വിഷയത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പള്ളിയിൽ സാമ്പത്തികമായി ഒരു ദാരിദ്ര്യം ഇന്നു വരെ ദൈവം തമ്പുരാൻ ഞാനിരുന്ന് ഒരു പള്ളിയിലും തന്നിട്ടില്ല. ഒരു പള്ളിയിലും ഗതികേട് കൊണ്ട് ദൈവത്തിന് മുമ്പേ ഇരിക്കേണ്ട അവസ്ഥ പള്ളിക്കാർക്ക് വന്നിട്ടില്ല. ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ പിരിവും രസീതും കൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളിയിൽ കയറി ദൈവത്തെ അങ്ങ് ആരാധിക്കണം. ദൈവത്തെ അങ്ങ് ആരാധിക്കണം. പരിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ ആ പള്ളിയിലെ ട്രസ്റ്റിയോട് പറഞ്ഞു, ചേട്ടാ ഒന്നും വിചാരിക്കരുത്, ചേട്ടനാണ് ഒന്നാമത് നിന്ന് ദൈവത്തെ ആരാധിക്കേണ്ടത്. ഞാൻ മാറുന്നത് വരെയും ഞാനൊരു കാഴ്ച കണ്ടിട്ടുണ്ട്. അതായത് ഏറ്റവും മുമ്പിൽ എൻ്റെ ആ ഇടവക്കാരൻ അച്ഛനായി, ഇവിടുത്തെ കൊച്ചച്ഛൻ ഇരിപ്പുണ്ടല്ലോ ഇവിടെ, ആ പള്ളിയിലെ ട്രസ്റ്റി, ഞാൻ ഇരുന്ന സമയത്ത് പള്ളിയിലെ ട്രസ്റ്റി ആയിരുന്ന ആൾ ഏറ്റവും ഫ്രണ്ടിൽ, വാതിൽ കഴിഞ്ഞ് മുന്നോട്ടുള്ള ഭാഗത്ത് ഫ്രണ്ടിൽ നിന്ന് പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പേ കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുന്ന എല്ലാ കുർബാനയ്ക്കും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ ഒരു പള്ളിയിൽ ദൈവം അനുഗ്രഹിച്ചവരാണ് ദൈവത്തെ ഏറ്റവും കൂടുതൽ ആരാധിക്കുക. ഗതികേടുകാരനല്ല. നമ്മൾ എന്താ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ടത്? പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് പള്ളിയിൽ നമ്മൾ ദേവാലയത്തിൽ ദൈവാരാധന നടക്കുമ്പോൾ നമ്മൾ മുറ്റത്ത് നിന്നാൽ, അതിലേക്ക് വരാൻ നേരമില്ല, ഇന്ന് വരാൻ നേരമില്ല, തീർന്നു സമയം, നാളെ പറയാം. നമ്മൾ ജീവനോടുണ്ടെങ്കിൽ നാളെ ഇതെല്ലാം പറയും. അതായത് ദൈവത്തെ ദേവാലയ മുറ്റത്തൊരു വ്യക്തി നിൽക്കുകയാണ്, ദൈവാരാധന പള്ളിക്കകത്ത് നടക്കുകയാണ്. ഈ കൊച്ചുങ്ങൾ പള്ളി വരുമ്പോൾ അവർ കാണുന്ന കാഴ്ച എന്താ? പള്ളിയിൽ ഭയങ്കര ദൈവാരാധന, കൊള്ളാവുന്നവരെല്ലാം മുറ്റത്ത്. കേട്ടോണേ, നിങ്ങൾ കേട്ടോണേ, കേക്ക്. അതായത് കൊള്ളാവുന്നവരെല്ലാം മുറ്റത്ത്, കുറെ ഗതികെട്ടവന്മാര് മാത്രം പള്ളിക്കകത്ത്. പറഞ്ഞാൽ ഗതികേടിന്റെ അങ്ങേറ്റത്ത് നിൽക്കുന്ന കുറെ ഗതികെട്ടവന്മാര് മാത്രം. അന്തസ്സുള്ളവന്മാര് സകലരും പള്ളിക്ക് മുറ്റത്ത്. കേട്ടോണേ, ഇവിടുത്തെ കാര്യമല്ല, അങ്ങനൊന്നും ചിന്തിക്കരുത്. ഞാൻ പൊതുവായ കാര്യം പറയണം. അതായത് അന്തസ്സുള്ളവരെല്ലാം മുറ്റത്ത്. ഈ കൊച്ചുങ്ങൾ എന്നാ വിചാരിക്കുന്നത്? അന്തസ്സുണ്ടായാൽ അന്ന് പള്ളിയുടെ മുറ്റത്തിറങ്ങണം. എന്ന് അന്തസ്സുണ്ടാവുന്നു അന്ന് പള്ളിയുടെ മുറ്റത്ത് നിന്ന് ദൈവത്തെ ആരാധിക്കണം. അതുവരെ ഗതികേടുള്ള കാലത്ത് വരെ പള്ളിക്കകത്ത്. ഇതല്ലേ ഈ കൾച്ചറല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നത്? ഈ കൾച്ചറല്ലേ? എനിക്കറിയാം, എൻ്റെ സ്നേഹിതനായ ഒരു അച്ഛൻ പള്ളിയിൽ പരിശുദ്ധ കുർബാന മാത്രമല്ല, എന്ത് പ്രാർത്ഥനയുണ്ടെങ്കിലും അച്ഛൻ ആദ്യം മുട്ടുകുത്തും. അതുകൊണ്ട് ഞാൻ ആ പള്ളി കണ്ടിട്ടുള്ളത്, അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പള്ളി അച്ഛൻ വന്ന് സഹായിക്കും, ഞാൻ അച്ഛൻ്റെ പള്ളിയിൽ പോയി ധ്യാനം നടത്തും. ഞാൻ കാണുന്ന കാര്യം ഇതാ, ഒറ്റ ഒരുത്തനോട് പള്ളിക്കകത്ത് കയറടാന്ന് പറയേണ്ട അവസ്ഥയില്ല. കാരണം ആദ്യം ഏറ്റവും മുമ്പിൽ വികാരിയച്ഛൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു. ജപമാല വികാരിയച്ഛനാണ് തുടങ്ങുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തുള്ള അച്ഛൻ. അല്ല പ്രിയപ്പെട്ട സഹോദരൻ, ഞാനിത് പറയുന്നത്, നിങ്ങൾ മാതാപിതാക്കള്, ദൈവം അനുഗ്രഹിച്ചവര്, സമ്പത്തുള്ളവര്, കോടീശ്വരന്മാര്, അധ്യാപകര്, ഉദ്യോഗസ്ഥ, വലിയ ഉദ്യോഗ പദവികൾ വഹിക്കുന്നവര്, നിങ്ങൾ ദേവാലയത്തിന്റെ മുൻപിൽ നിന്ന് ദൈവത്തെ ആരാധിച്ചാൽ നാളെ ഈ മക്കളോട് ആരാധിക്കാൻ ആരും പറയണ്ട. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ബാബു പോൾ IAS ശുശ്രൂഷക്കുപ്പായിട്ട് ധൂവുക്കുറ്റി വീശുമ്പോ അവിടുത്തെ പിള്ളേരോട് ആരും പറയണ്ട, IAS കാരനായാൽ നീ ധൂവുക്കുറ്റി വീശാൻ നാണക്കേട് വിചാരിക്കണ്ട. കോളേജിലെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായ ഒരു അധ്യാപകൻ ദേവാലയത്തിൽ നിന്ന് ധൂവുക്കുറ്റി വീശുമ്പോൾ ആ പള്ളിയിലെ പിള്ളേരോട് ആരും പറഞ്ഞു കൊടുക്കണ്ട, എടാ ഇതൊരു നാണം കെട്ട പരിപാടിയില്ല, അത് അന്തസ്സുള്ളവർ ചെയ്യുന്ന പരിപാടിയാണ്, അത് കണ്ടു പഠിക്കണം. CB മാത്യു IPS ഒരു കൊന്തയുടെ 5 ദിവ്യരഹസ്യത്തിനും കൈവിരിച്ച് പിടിച്ച് മുട്ടേ നിന്ന് അത് ചൊല്ലുമ്പോ ഈ പിള്ളേരെന്താ കാണുന്നത്? പിള്ളേർ അതാ അന്തസ്സുള്ളവൻ കണ്ടോ, അവൻ പ്രാർത്ഥിക്കുന്ന, അത് കാണണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എന്ത് സംഭവിച്ചു? ദൈവാരാധന എന്ന് പറയുന്ന കുറെ ഗതികെട്ടവന്മാരുടെ ജോലിയാക്കി മാറ്റി. അന്തസ്സുള്ളവരെല്ലാം ആരാധനയുടെ പടിക്ക് വെളിയിൽ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നമ്മൾ ഈ വിഷയം നാളെ തുടരും. ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാനിതിൻ്റെ പറയാൻ ആഗ്രഹിച്ചതിൻ്റെ ഒരു 25% പറഞ്ഞിട്ടുണ്ട്. ബാക്കി 75% കിടക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കിടക്കുകയാണ്. ഏതായാലും നമുക്ക് ഇതിനകത്തൊരു വ്യത്യാസം വരുത്തിയേ പറ്റൂ. ദൈവത്തെ ആരാധിക്കണം. പരിശുദ്ധ കുർബാനയ്ക്ക് വേദനിച്ച് നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൾച്ചർ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് കാണണം. അത് കാണുമ്പോൾ അടുത്ത തലമുറ അത് കണ്ടിട്ട് വളരും. എൻ്റെ കൂടെ എന്നെ ശുശ്രൂഷയെ സഹായിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കൈ ഇങ്ങനെ വെച്ചാൽ നടക്കുന്നത്. ഇങ്ങനെ ഭ്രാന്തായതുകൊണ്ടല്ല, കാണുന്നുണ്ടോ? പൊക്കി പിടിച്ചല്ല, കൈ താത്തിട്ടിരിക്കുക, പക്ഷെ കൈ ഇങ്ങനെ തിരിച്ചു പിടിച്ചിരിക്കുക.
തിരിച്ചു പിടിച്ചാൽ നടക്കും. ഇങ്ങനെ നടക്കുമ്പോൾ കൈ തിരിച്ചു പിടിച്ചു, എന്നാണ് ഇങ്ങനെ കൈ ഇങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞാൽ എന്നാ പറയുന്നത് അറിയാമോ? അച്ചോ ഈ കയ്യിൽ പരിശുദ്ധാത്മാവ് പിടിച്ചിരിക്കുക എന്നാണ്. ഉണ്ടോ? ഈ കയ്യിലെ പരിശുദ്ധാത്മാവ് പിടിച്ചിരിക്കണം. അങ്ങനെ പിടിച്ചാൽ നടക്കുന്നേ. അപ്പോൾ പരിശുദ്ധാത്മാവ് കൈ പിടിച്ചിരിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ കൈ പിടിച്ചാണ് അവൻ നടക്കുന്നത്. അവന് ഭ്രാന്തൊന്നുമില്ല. അവൻ യൂറോപ്പിലൊക്കെ പഠിച്ചിട്ട് വന്ന നല്ല ബുദ്ധിയും ബോധമൊക്കെ ഉള്ള പയ്യനാണ്. അവന് ഭ്രാന്തൊന്നും ആയിട്ടല്ല, അവന് കർത്താവിൻ്റെ സ്നേഹം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇനി ഏതായാലും കേൾക്കണേ, വിടാന്ന് വെറുതെ പിടിക്കാതെ ഇങ്ങോട്ട് നോക്ക്. അതായത് ഈ ചെറുപ്പക്കാരൻ അവൻ്റെ ചങ്കിനകത്ത് തീയ. ദൈവത്തെ കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം, യേശുവിനെ കൊടുക്കണം. അച്ഛാ നമുക്ക് എല്ലാവർക്കും കൊടുക്കണം, തിരുവനന്തപുരം നഗരം നമുക്ക് തീ പിടിപ്പിക്കണം. ഇത് അവൻ്റെ ഭാഷ. എപ്പോഴും പറയും, ഇത് പോരാ, ഈ അഭിഷേകം പോരാ, ഈ പ്രാർത്ഥന പോരാ, ഈ വചനം പോരാ, ഈ കൃപ പോരാ, ഇത്ര ആള് പോരാ, ഇത്രയും പ്രാർത്ഥിച്ചാൽ പോരാ. ഇതാണ് അവൻ്റെ അകത്ത് കിടക്കുന്ന തീ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള ചെറുപ്പക്കാര്, ഞാൻ അവരുടെ കുമ്പസാരം കേൾക്കുന്ന ആളാണ്. എനിക്കറിയാം അവരുടെ ആത്മാവിൻ്റെ അവസ്ഥ. പരിപൂർണ വിശുദ്ധി പാലിക്കാൻ സാത്താനോട് നിരന്തരം പോരാടുന്ന മക്കളാണിത്. ഒരു പോസ്റ്റർ പോലും ആവശ്യമില്ല, നോക്കാൻ പാടില്ല എന്ന് ഹൃദയത്തിൽ എഴുതി വെച്ചിട്ടുള്ള പിള്ളേരാണിത്. അവർക്കറിയാം ആവശ്യമില്ലാതെ ഒരു കുഞ്ഞു പാപം പോലും ചെയ്ത് സ്വർഗത്തിലെ ദൈവത്തെ വേദനിപ്പിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഹൃദയത്തിനകത്ത് തമ്പുരാൻ പരിശുദ്ധാത്മാവ് കൃപ കൊടുത്ത മക്കളാണ്. അപ്പൊ ഇവൻ എന്നോട് പറയുകയാണ്, അച്ഛൻ അറിയുമോ, എനിക്ക് അത്യാവശ്യം വീട്ടിൽ സാമ്പത്തികമുണ്ട്, നിവൃത്തിയുണ്ട്, വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള വീടല്ല, നിവൃത്തി കേട്ട വീടൊന്നുമല്ല. എനിക്ക് ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, വിദ്യാഭ്യാസം തന്നിട്ടുണ്ട്, ഞാൻ ആഗ്രഹിച്ച പോലെ ഒത്തിരി പുറം ലോക രാജ്യങ്ങളിലൊക്കെ പോയി പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അച്ഛൻ അറിയുമോ, രാത്രി 1 മണിക്കോ 2 മണിക്കോ 3 മണിക്കോ ഒക്കെ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റാൽ എൻ്റെ അപ്പൻ്റെ മുറിക്കകത്ത് വെട്ടം കാണും. ഞാൻ നോക്കുമ്പോൾ പാതിരാത്രികളിൽ മുട്ടയിൽ നിന്ന് കൈവിരിച്ച് കരയുന്ന ഒരപ്പനെ എൻ്റെ ചെറിയ പ്രായം മുതൽ ഞാൻ കണ്ടാ വളർന്നത്. അതാച്ചാ എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ, മുട്ടയിൽ നിന്ന് ദൈവത്തെ വിളിക്കുന്ന ഒരപ്പനെ കണ്ട് വളരുന്ന മക്കളോട് പ്രാർത്ഥിക്കാൻ പറയേണ്ട കാര്യം ഇല്ല. അവർ തന്നെ പ്രാർത്ഥിച്ചോളും. ദൈവാരാധന. അവൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിൻ്റെ കുടുംബത്തിൽ നീ ദൈവത്തെ ആരാധിച്ച് പഠിക്കണം. വെളുപ്പം കാലത്ത് എഴുന്നേറ്റ് കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥനാപ്പായ വിരിച്ച് കർത്താവിൻ്റെ മുമ്പിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന അപ്പനമ്മമാരെ കണ്ട് വളരുന്ന മക്കള് എവിടെ പോയാലും ദൈവത്തെ ആരാധിക്കും.